അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, എൻ്റെ പേര് അബ്ദുള്ള. എൻ്റെ സ്വദേശം കൊല്ലം. ഞാൻ ഒരു ഹൈന്ദവ കുടുംബ പശ്ചാത്തലത്തിൽ നിന്നാണ് ഇസ്ലാമിലേക്ക് വരുന്നത്. എൻ്റെ കുടുംബം ശരിക്കും ഒരു ഹൈന്ദവ ഹിന്ദു വിശ്വാസപ്രകാരമുള്ള ഒരു ജീവിത രീതിയായിരുന്നു കുടുംബത്തിലുള്ള എല്ലാവർക്കും. അങ്ങനെ എൻ്റെ ചെറുപ്പത്തിൽ തന്നെ എൻ്റെ മാതാപിതാക്കൾ മരണപ്പെടുകയുണ്ടായി. പിന്നീട് എന്നെ വളർത്തിയതും എന്നെ വിജയത്തിലേക്ക് അഥവാ എൻ്റെ ഒരു ഉപരിപഠന മേഖലയിലേക്ക് എത്തിച്ചത് വരെ എൻ്റെ മാതാപിതാക്കളുടെ ബന്ധുക്കാരായിരുന്നു. എൻ്റെ അമ്മയുടെ ജ്യേഷ്ഠത്തിയായിരുന്നു എന്നെ വളർത്തിയതും എല്ലാം ചെയ്തതും. അപ്പോൾ 18 വയസ്സ് വരെ എൻ്റെ വിശ്വാസം എന്നത് ഹിന്ദുമത പ്രകാരം പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ ദൈവത്തിന് വിഗ്രഹങ്ങൾ പ്രതിമകളോ ഇല്ല എന്ന വിശ്വാസം എനിക്കുണ്ടായിരുന്നു. കാരണം ഹൈന്ദവ ഗ്രന്ഥങ്ങളെക്കുറിച്ച് അടിസ്ഥാനമായിട്ടുള്ളൊരു അറിവ് എനിക്കുണ്ടായിരുന്നു. അങ്ങനെ 18 വയസ്സിന് ശേഷം എൻ്റെ +2 പഠന കാലഘട്ടത്തിന് ശേഷം ഞാൻ ട്രിവാൻഡ്രം റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഏവിയേഷൻ എന്ന ഒരു കോളേജിൽ ഞാൻ അഡ്മിഷൻ എടുത്തു. അവിടെ ധാരാളം സുഹൃത്തുക്കൾ പഠിക്കുന്നുണ്ട്. അവിടെ അവർ ഓരോരുത്തരുടെയും കുടുംബ പശ്ചാത്തലം എന്നാൽ നല്ല ഫാമിലി അഥവാ നല്ല പൈസ ക്യാഷുള്ള ടീമുകളാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ട്രിവാൻഡ്രത്തെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ ഹോസ്റ്റലിലാണ് നിന്നിരുന്നത്. അപ്പോൾ ആ ഹോസ്റ്റലിൽ കേവലം നമ്മൾ ഏകദേശം 40ഓളം പേരുണ്ടായിരുന്നു ഫസ്റ്റ് ഇയർ ബാച്ച്. 2011 ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ സുഹൃത്തുക്കൾ വഴി പല രീതികളിൽ നമ്മൾ ഡിബേറ്റ് നടത്തുമായിരുന്നു. ഇപ്പോൾ എയർക്രാഫ്റ്റിൻ്റെ ഒരു പാർട്സിനെ കുറിച്ച് ഡിബേറ്റ് നടത്തും. അത് എങ്ങനെയാണ്, ഇതിന് അത്ഭുതമായി മറ്റൊരു ഗുണങ്ങൾ ഉണ്ടാവുമോ, എന്തും ലോജിക്കായിട്ട് യുക്തിപരമായി ചിന്തിക്കാനായിട്ട് നമ്മൾ ഓരോരുത്തരും. അങ്ങനെ ഞാൻ സുഹൃത്തുക്കളോട് സംസാരിച്ചു കൊണ്ടതിൽ മതങ്ങൾ എന്ന വിഷയം വന്നു. അപ്പോൾ അവർ എന്നോട് ചോദിച്ചു, എന്താണ് മതങ്ങളുണ്ടോ, മതം എന്താണെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഒരു സുഹൃത്തിനോട് പറഞ്ഞു, ദൈവമുണ്ട്, അവനാണ് ആദിയിൽ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചത്, അവൻ മാത്രമേ ഉള്ളൂ ദൈവം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആദ്യം ഇത് കേട്ടപ്പോൾ പെട്ടെന്ന് മനസ്സിൽ ദൈവമോ, എന്ത് ദൈവം ഉണ്ടെന്ന് ഞാൻ ആദ്യം കരുതിയിരുന്നില്ല. പിന്നീട് ഈ ചോദ്യം എൻ്റെ മനസ്സിൽ ഈ സുഹൃത്തുക്കൾ പറഞ്ഞത് പ്രകാരം എൻ്റെ മനസ്സിൽ ഈ ചോദ്യം ഇങ്ങനെ അലട്ടിക്കൊണ്ടേയിരുന്നു, എന്താണ് ദൈവം? അങ്ങനെ എൻ്റെ കോളേജിൽ നിന്ന് തന്നെ ഞാൻ കുറേ സുഹൃത്തുക്കളോട് ചോദിച്ചു, ദൈവമുണ്ടോ എന്ന്. അപ്പോൾ അവരാരും അതിന് വ്യക്തമായ ഉത്തരം പറഞ്ഞില്ല. അപ്പോൾ യുക്തിപരമായി തന്നെ ഞാൻ ചിന്തിച്ചു, ദൈവം ഉണ്ടാകണമോ? ഞാൻ അതിനുശേഷം ഞാനൊരു ഇന്റർനെറ്റ് കഫേ പോയിട്ട് ഞാൻ എന്ത് ചെയ്തു, ദൈവത്തെക്കുറിച്ച് അറിയാൻ വേണ്ടി ഞാൻ ശ്രമിച്ചു. അപ്പോൾ ആ ശ്രമിച്ച സമയത്ത് എന്താണ് ഈശ്വരൻ, എന്താണ് ദൈവമെന്ന് അന്വേഷിക്കാൻ വേണ്ടി ശാസ്ത്രതലങ്ങൾ ചിന്തിക്കാൻ തുടങ്ങി, സയൻസിന്റെ പ്രകാരം. അപ്പോൾ ശാസ്ത്രതലങ്ങൾ ചിന്തിക്കാൻ തുടങ്ങിയപ്പോൾ ഈ ശാസ്ത്രത്തിൽ ബിഗ് ബാങ് തിയറി ഉണ്ടായി. അപ്പോൾ അതിൽ എഡ്വേർഡ് ലെമറ്റർ എന്ന ബെൽജിയംകാരനാണ് അദ്ദേഹം ആദ്യം കണ്ടുപിടിക്കുന്നത് ബിഗ് ബാങ് തിയറിയെ കുറിച്ച്. അപ്പോൾ ആ ബിഗ് ബാങ് തിയറി ഒരു ഉഗ്ര വിസ്ഫോടനത്തിൽ നിന്ന് ബിഗ് ബാങ് ഒരു പൊട്ടിത്തെറി ഉണ്ടായി എന്ന് ശാസ്ത്രലോകം വിശ്വസിക്കുന്നു. പക്ഷേ എന്നാൽ പൊട്ടിത്തെറി ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ അതിന് പിന്നിലൊരു ഊർജ്ജം വേണമല്ലോ, ഒരു കോസ് വേണമല്ലോ. എന്നാൽ മാത്രമേ ആ പൊട്ടിത്തെറിയുടെ പിന്നിൽ ഒരു ശക്തി അത് ഉണ്ടായാൽ മാത്രമേ ആ ഒരു പൊട്ടിത്തെറി ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അങ്ങനെ ചിന്തിച്ചതിന് ശേഷം എന്താണ് അപ്പോൾ ഈ പ്രപഞ്ചത്തിന്റെ രഹസ്യങ്ങൾ എന്നറിയാൻ വേണ്ടി ശ്രമിച്ചു. അപ്പോൾ ഞാൻ പെട്ടെന്ന് ചിന്തിച്ചു, ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടികർത്താവ് ഒന്നാവാം, ഒന്നിലധികമാവാം. ഒന്നോ ഒന്നിലധികമോ സൃഷ്ടികർത്താക്കളോ ആവണം ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പിന്റെ കാരണം. അപ്പം ഞാൻ പെട്ടെന്ന് ചിന്തിച്ചു, ഞാനൊരു ഫ്ലാറ്റ് പണിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്വന്തമായി അതിൽ നിയമവിധികൾ കൊടുക്കാൻ അധികാരമുണ്ട്. കാരണം ഞാനാണ് ഫ്ലാറ്റ് നിർമ്മിച്ചത്. ഇപ്പം ഞാൻ ഫ്ലാറ്റ് നിർമ്മിച്ചു കഴിഞ്ഞാൽ അവിടെ ഞാൻ താമസക്കാരെ അവിടെ ആൾക്കാരെ ഞാൻ പാർപ്പിക്കുകയാണെങ്കിൽ ഞാൻ പറയും, ഞാനാണ് ഇതിന്റെ നിർമ്മാതാവ്, അതുകൊണ്ട് നിങ്ങൾ എന്നെ മാത്രം നിങ്ങൾ ബഹുമാനിക്കണം, ഞാനാണ് ഇതിനെ നിർമ്മിച്ചത്, അതുകൊണ്ട് എനിക്ക് മാസാമാസമുള്ള ഫീസ്, റെന്റ് തരണം, അതുപോലെ തന്നെ ഇവിടെ മദ്യപാനം പാടില്ല, ഇത്ര സമയത്തിനുള്ളിൽ ഞാൻ ഗേറ്റ് ക്ലോസ് ചെയ്യും.
അപ്പോൾ ഇത്ര സമയത്തിനുള്ളിൽ പുറത്ത് പോകണം, ഇത്ര സമയത്തിൽ അകത്തുനിന്ന് വെളിയിൽ നിന്ന് അകത്ത് കയറണം എന്നെല്ലാം വ്യക്തമായിട്ട് എൻ്റെ നിയമങ്ങൾ ഞാൻ എന്ത് ചെയ്യും, ഞാൻ ജനങ്ങൾക്ക് കൊടുക്കും, അവിടെ താമസിക്കുന്ന താമസവാസികൾക്ക് അവിടെ കൊടുക്കും. എന്നതുപോലെ ഈ പ്രപഞ്ചമാകുന്ന ഈ നമ്മൾ കാണപ്പെടുന്ന ഈ ലോകം, ഈ വലിയ ഈ അനന്ത വിസ്തീർണമായ ഈ മഹാലോകം, ഈ മഹാലോകത്തെ സൃഷ്ടിച്ച സൃഷ്ടാവ് എന്തുകൊണ്ടും മനുഷ്യർക്ക് അവനെ അറിയിക്കാൻ വേണ്ടിയുള്ള നിയമവിധികൾ കൊടുക്കുമെന്ന ഉറച്ച വിശ്വാസം എനിക്കുണ്ടായിരുന്നു. കാരണം ഈ പ്രപഞ്ചത്തിലെ ഓരോ വസ്തുക്കൾ നമ്മൾ നോക്കിയാലും അതൊന്നും വെറുതെ സൃഷ്ടിച്ചിരിക്കുന്നതല്ല, അതിന് അതിൻ്റെതായ കാരണങ്ങൾ വ്യക്തമായിട്ടുണ്ട്. അങ്ങനെ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ എൻ്റെ സ്വന്തം മതമായ ഹിന്ദു മതത്തെക്കുറിച്ച് പഠിച്ചു. എന്താണ് ഹിന്ദുമതം? വാട്ട് ഈസ് ഹിന്ദുയിസം? അപ്പോൾ ഹിന്ദു മതത്തെക്കുറിച്ച് പഠിച്ചപ്പോൾ അതിൻ്റെ നിർവചനം, ഡെഫിനിഷൻ എന്നാൽ ദ പീപ്പിൾ ദോസ് ഹു ആർ ലിവിംഗ് ബിയോണ്ട് ദ റിവർ ഇൻഡസ് ദേ ആർ നോൺ ആസ് ദ ഹിന്ദുസ്. സിന്ധു നദീകരയിൽ ജീവിച്ചിരുന്നവരെ വിളിക്കപ്പെട്ട വിളിപ്പേര് മാത്രമാകുന്നു ഹിന്ദു. അത് ഒരു സാംസ്കാരിക പേരാണ്, ജിയോഗ്രാഫിക്കൽ നെയിം മാത്രമാണ്, ഭൂമി ശാസ്ത്രപരമായ വിളിപ്പേര് മാത്രമാകുന്നു ഹിന്ദു. അതൊരു മതത്തിൻ്റെ പേരല്ല എന്ന് എനിക്ക് ഹിന്ദു എന്ന പദപ്രയോഗം കൊണ്ട് ബോധ്യമായി. അപ്പോൾ ഭാരതത്തിൽ ജീവിക്കുന്ന ഏതൊരു വ്യക്തിയും അവനെ ഹിന്ദു എന്ന് വിളിക്കപ്പെടും. അപ്പോൾ ഭാരതത്തിലുള്ള ഹിന്ദു ആണെങ്കിലും ക്രിസ്ത്യാനി ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും ജൂതനോ ബുദ്ധനോ സിഖ് മതക്കാരനോ ജൈന മതക്കാരനോ ഏത് മതവിശ്വാസിയാണെങ്കിൽ പോലും അവൻ ഭാരതത്തിൽ ജീവിക്കുന്നവനെ സാംസ്കാരികമായി വിളിക്കപ്പെടുന്ന വിളിപ്പേര് മാത്രമാകുന്നു ഹിന്ദു. അപ്പോൾ ഇന്ത്യയിലുള്ള എല്ലാ മനുഷ്യരെയും വിളിക്കപ്പെടുന്ന ഒരു വിളിപ്പേര് മാത്രമാണ് ഹിന്ദു, അതൊരു മതത്തിന്റെ പേരല്ല. അതുപോലെ എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്കയിൽ കാണാം 1830 ഇംഗ്ലീഷ് എഴുത്തുകാരാകുന്നു ഹിന്ദു എന്നൊരു പദപ്രയോഗം ആദ്യം കൊണ്ടുവന്നിട്ടുള്ളത്. അതിനു മുമ്പ് ഹിന്ദു എന്നൊരു പദപ്രയോഗം ഇല്ല തന്നെ. അങ്ങനെ ഹിന്ദുവിന്റെ അടിസ്ഥാന വേദഗ്രന്ഥങ്ങൾ നോക്കിയപ്പോൾ ഒന്ന് ശ്രുതി ഗ്രന്ഥങ്ങളും മറ്റൊന്ന് സ്മൃതി ഗ്രന്ഥങ്ങളും. ശ്രുതി എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വാക്കുകൾ, സ്മൃതി എന്ന് പറഞ്ഞാൽ ഓർമ്മകൾ, ചിന്തകൾ, വ്യക്തികളുടെ ഓർമ്മകളും ചിന്തകളുമാകുന്നു സ്മൃതി ഗ്രന്ഥങ്ങൾ. ശ്രുതി എന്നാൽ ഉന്നതമായിട്ടുള്ള ദൈവത്തിന്റെ വാക്കുകളായി വിശ്വസിക്കുന്ന ഗ്രന്ഥങ്ങളാകുന്നു ചതുർവേദങ്ങൾ. ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം എന്നീ 4 വേദങ്ങൾ. ഈ 4 വേദങ്ങളും അതുപോലെ തന്നെ 108 ഉപനിഷത്തുകളും ഇതാകുന്നു ഹിന്ദുമതത്തിന്റെ അടിസ്ഥാനമായ വിശ്വാസ പ്രമാണങ്ങൾ. പിന്നെ സ്മൃതി ഗ്രന്ഥങ്ങളാകുന്നു ഈ പറയപ്പെടുന്ന രാമായണം, മഹാഭാരതം, 18 പുരാണങ്ങൾ, ഇതിഹാസം, അങ്ങനെയുള്ള എല്ലാ ഗ്രന്ഥങ്ങളും എന്താണ് സ്മൃതി ഗ്രന്ഥങ്ങളാകുന്നു. അപ്പം നമുക്ക് പരിശോധിക്കാം. അപ്പം ഞാൻ നോക്കി എന്താണ് ഹിന്ദു മതത്തിന്റെ അടിസ്ഥാനമായ നിയമ പ്രമാണങ്ങൾ, ആധികാരികമായ ഗ്രന്ഥങ്ങൾ പറയുന്ന സത്യം എന്താണെന്ന് ഞാൻ മനസ്സിലാക്കാൻ തുടങ്ങി. ഋഗ്വേദം ഞാൻ വായിച്ചു. ഋഗ്വേദം വായിച്ചപ്പോൾ അതിലെ ഋഗ്വേദം 1-ാം മണ്ഡലം 5-ാമത്തെ അധ്യായം 3-ാമത്തെ ശ്ലോകം പറയുന്നുണ്ട്, പുരുതരം പുരുണാമീശാനാം വാരാണാം ഇന്ദ്രം സോമേ സജാസുതേ. ഓ ജനങ്ങളെ, നിങ്ങളെ സൃഷ്ടിച്ച നിങ്ങളുടെ നാഥനെ നിങ്ങൾ ആരാധിക്കുവിൻ, അവനാകുന്നു നിങ്ങളുടെ സൃഷ്ടാവ്. ഋഗ്വേദം 1-ാം പുസ്തകം 164-ാം സൂക്തം 46-ാമത്തെ ശ്ലോകം പറയുന്നു, ഇന്ദ്രം മിത്രം വർണ്ണമഗ്നിമാഹുരതോ ദിവ്യ സുസൃപ്പണോ ഗുരുത്മാൻ ഏകം സത് വിപ്രബഹുത വദന്ത്യം യമം മാതരശാനമാഹു. ഏകനായ ദൈവത്തെ ഇന്ദ്രനെന്നും വിഷ്ണുവെന്നും അഗ്നിയെന്നും വരണെന്നും വിളിക്കപ്പെടുന്നു. എന്നാൽ ഏകം സത്യമാകുന്നത് ഒന്ന് മാത്രമേ ഉള്ളൂ, അവനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ. ഇതാണ് ഋഗ്വേദത്തിന്റെ അടിസ്ഥാനമായ വിശ്വാസം. അതുപോലെ ഋഗ്വേദം 6-ാം പുസ്തകം 36-ാം സൂക്തം 4-ാമത്തെ ശ്ലോകം പറയുന്നു, ഏക വിശ്വാസി ഭുവന സ്വരാജ്. ഇഹത്തിലും പരത്തിലും ദൈവമായി ഉള്ളവൻ ഒന്ന് മാത്രമേ ഉള്ളൂ, അവനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ. അതുപോലെ ഋഗ്വേദം 8-ാം പുസ്തകം 1-ാമത്തെ സൂക്തം 1-ാമത്തെ ശ്ലോകം പറയുന്നു, മച്ചിദാൻ യദ്വിശൻ സദാ സഹൈവമാർ ശമ്യത. ഓ കൂട്ടുകാരെ, നിങ്ങൾ ദൈവത്തിന് പകരമായി മറ്റൊന്നിനെ ആരാധിക്കാതിരിക്കുക, മറ്റൊന്നിനെ വിശ്വസിക്കാതിരിക്കുക, സത്യമായ ഏകനായ നിങ്ങളുടെ സൃഷ്ടാവിനെ മാത്രം നിങ്ങൾ ആരാധിക്കുക. അപ്പോൾ ഋഗ്വേദത്തിന്റെ അടിസ്ഥാന വിശ്വാസ പ്രകാരം ദൈവം ഒന്ന് മാത്രമാകുന്നു, അവനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്ന് വ്യക്തമായി പറയുന്നു. പിന്നീട് ചതുർവേദം 2-ാമത്തെ വേദമാകുന്നു യജുർവേദം. അത് യജുർവേദത്തിൽ കൃത്യമായി കാണാൻ സാധിച്ചു. യജുർവേദം 40-ാമത്തെ അധ്യായം 8-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്, സപര്യ കാച്ചു ക്രമകായനമ പ്രണമസ്നാ വിരശുദ്ധമാപ്പവിധം കവിർ മനീഷി പരിഭ്ര. ഏകനായ ദൈവം അവൻ ജഡശരീരമില്ലാത്തവനാകുന്നു, അവൻ നമ്മെ പോലെ ഇന്ദ്രിയങ്ങളില്ലാത്തവനാകുന്നു. യജുർവേദം 40-ാമത്തെ അധ്യായം 9-ാമത്തെ ശ്ലോകം പറയുന്നു, അന്താത്മ പ്രവിശാന്തി അസംഭൂതി മുബാസതേ.
സംഭൂതികളെ ആരാധിക്കുന്നവർ അഥവാ സംഭൂതി എന്നാൽ സംസ്കൃതാർത്ഥം നോക്കുകയാണെങ്കിൽ ജനനമോ മരണമോ ഉള്ള ഏതൊരു വസ്തുവിനെ ആരാധിക്കുന്നുവോ അവർ അന്ധകാരത്തിൽ ഭവിച്ചിരിക്കുന്നു, അത് നാശത്തിൽ എത്തിക്കഴിഞ്ഞെന്നാണ് യജുർവേദം പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ പിന്നീട് അഥുർവേദം 3-ാമത്തെ അധ്യായം 5-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്, തമിതം നിഗതം സസയേശ ഏവ വൃതേക ഏവം യഗതം ദേവമേകമൃതം വേദ സർവേ അസ്മിൻ ദേവ. ഏകനായുള്ള ദൈവം, ഏകനായി നിലനിൽക്കുന്നു, രണ്ടാമതൊരു ദൈവം ഇല്ല തന്നെ. അപ്പോൾ വേദങ്ങളുടെ മാത്രം കാഴ്ചപ്പാടിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ദൈവം ഒന്ന് മാത്രമാകുന്നു, അവന് രൂപങ്ങളോ വിഗ്രഹങ്ങളോ ഇല്ല. അതുപോലെ തന്നെ അവനെ മാത്രം ആരാധിക്കുക അത് ഓരോ മനുഷ്യന്റെയും നിർബന്ധ ബാധ്യതയാണെന്നാണ് വ്യക്തമായിട്ടും വേദങ്ങൾ പറയുന്നത്. അതുപോലെ തന്നെ ഉപനിഷത്തിൽ വ്യക്തമായി കാണാൻ സാധിക്കും. ശ്വേതസ്വേതർ ഉപനിഷത്ത് 4-ാമത്തെ അധ്യായം 19-ാം ശ്ലോകത്തിൽ പറയുന്നുണ്ട്, നതസ്യ പ്രതിമ അസ്തി യസ്യ നാമ മഹദൃശ്യ. നതസ്യ പ്രതിമ അസ്തി, അവിടെ പ്രൊഹിബിറ്റ് ചെയ്യാണ്, വിലക്കുകയാണ്. നതസ്യ പ്രതിമ അസ്തി, ദൈവത്തിന് പ്രതിമയില്ല. പ്രതിമ എന്ന സംസ്കൃതാർത്ഥം വിഗ്രഹം, ബിംബം, ചിത്രം, രൂപം, മറ്റുള്ള ഒന്നും തന്നെ ദൈവത്തിന് പകരമാവുകയില്ല. അവന്റെ നാമം എങ്ങും വ്യാപിച്ചിരുന്ന യശസ്സാകും എന്നാണ് ശ്വേതസ്വേതർ ഉപനിഷത്ത് പറയുന്നത്. അതുപോലെ യജുർവേദം 32-ാമത്തെ അധ്യായം 3-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്, നതസ്യ പ്രതിമ അസ്തി യസ്യ നാമ മഹദൃശ്യ. ദൈവത്തിന് പ്രതിമകളോ രൂപങ്ങളോ വിഗ്രഹങ്ങളോ ഇല്ല എന്ന് വ്യക്തമായി കൃത്യമായി വേദങ്ങൾ പറയുന്നു. അതുപോലെ ശ്വേതസ്വേതർ ഉപനിഷത്ത് 6-ാമത്തെ അധ്യായം 7-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്, തമീശ്വരാണം പരമം മഹേശ്വരം തം ദേവതാനാം പരമം ച ദൈവതം പതിപദീനാം പരമം പരസ്താത് വൃതമാം ദേവം ഭുവനേശമീഥ്യം. ഏതൊരു ദേവനാണെങ്കിലും ദേവിയാണെങ്കിലും ദൈവം കഴിവ് കൊടുത്താലല്ലാതെ അവർക്ക് സ്വന്തമായ ഒരു കഴിവും അവർക്ക് ഇല്ല തന്നെ. അപ്പോൾ സർവശക്തനായ ദൈവം കഴിവ് കൊടുത്താൽ മാത്രമേ ദേവി ദേവന്മാർക്ക് കഴിവുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ സൃഷ്ടാവായ ദൈവത്തെക്കുറിച്ച് പറയുന്ന കാര്യങ്ങൾ വ്യക്തമായി നോക്കിയാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. അതുപോലെ തന്നെ ഛന്ദോഗ്യ ഉപനിഷത്ത് 6-ാമത്തെ അധ്യായം 2-ാമത്തെ സൂക്തം 1-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്, ഏകമോ വിരിത്യം, ദൈവം ഒന്ന് മാത്രമാകുന്നു എന്ന് പറയുന്നു. പിന്നെ അതുപോലെ തന്നെ മുണ്ടകോപനിഷത്ത് 2-ാമത്തെ അധ്യായം 2-ാമത്തെ പദത്തിൽ പറയുന്നുണ്ട്, ദൈവത്തിന് രൂപങ്ങളില്ല, ദൈവത്തിന് പ്രതിമകളോ വിഗ്രഹങ്ങളോ ഇല്ല എന്ന് പറയുന്നു. അതുപോലെ തന്നെ കേനോപനിഷത്ത് 1-ാമത്തെ അധ്യായം 6-7 സൂക്തങ്ങളിൽ പറയുന്നു, അതിൽ യചക്ഷുഷാന പശ്വതിയേന യചക്ഷുംഷി പശ്വതി തദേവ ബ്രഹ്മത്വം വിദ്ധിനേദം യതിതവമാമുപാസതേ യച്ചോത്രേനാശ്രുനോതി യേന ശ്രോത്രമിദം ശ്രുതം തദേവ ബ്രഹ്മത്വം വിദ്ധിനേദം യതിതവമാമുപാസതേ. നിങ്ങൾക്ക് കണ്ണിന് ആരാണോ കാഴ്ച തന്നവൻ അവനാകുന്നു ബ്രഹ്മമെന്ന് നീ അറിഞ്ഞാലും നീ കണ്ണുകൊണ്ട് കാണുന്ന ദൈവമാകുന്നില്ല. നിന്റെ കാതിന് ആരാണോ കേൾവിശക്തി തന്നവൻ അവനാണ് ദൈവം നീ അറിഞ്ഞാലും നീ കേൾക്കുന്ന ദൈവമാകുന്നില്ല. ഇതാകുന്നു കേനോപനിഷത്ത് 1-ാമത്തെ അധ്യായം 6-7 വചനങ്ങളിൽ പറയുന്നത്. അതുപോലെ തന്നെ യജുർവേദം 27-ാമത്തെ അധ്യായം 36-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്, നത്വം അന്യോ ദിവ്യോ ന പാർത്ഥിവോന ജതോന ജനിഷ്യതേ. ദൈവമേ, നിങ്ങൾ നിന്നെ പോലെ ആരും തന്നെ ഇല്ല, നിന്നെ പോലെ പരുഷനായി മറ്റൊരു ദൈവവും ഇല്ല തന്നെ. അപ്പോ വേദങ്ങൾ ഹിന്ദുമത വിശ്വാസ പ്രകാരം ദൈവം ഒന്ന് മാത്രമാണ്. അതുപോലെ അവന് വിഗ്രഹങ്ങളും പ്രതിമകളും ഒന്നുമില്ല. അതുപോലെ തന്നെ ശ്വേതസ്വേതർ ഉപനിഷത്ത് 6-ാമത്തെ അധ്യായം 9-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, നാചാസ്യകാസിൽ ജനിതാന ശതീപ. ദൈവത്തിന് പിതാവില്ല, അവരുടെ മാതാവില്ല, അവൻ സന്താനരഹിതനാകുന്നു, അവൻ ആരുടെ പുത്രനായോ ജനിച്ചവനല്ല, അവൻ ആർക്കും ജന്മം നൽകിയിട്ടുമില്ല എന്ന് ശ്വേതസ്വേതർ ഉപനിഷത്ത് 6-ാമത്തെ അധ്യായം 9-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു. പിന്നെ അവിടുന്ന് മനസ്സിലാക്കിയപ്പോ ഹിന്ദുമത വിശ്വാസ പ്രകാരം അടിസ്ഥാനമായ വേദങ്ങളും ഉപനിഷത്തുകളും ഏകന ദൈവത്തിലേക്ക് വിരലിച്ചുകൊണ്ടുന്നു. അപ്പോൾ മനസ്സിൽ പിന്നീട് ആഗ്രഹം, എന്തുകൊണ്ടെന്നാൽ ഇത് നിരവധി മതങ്ങൾ ലോകത്ത് കാണുന്നല്ലോ, എന്തിനാണ് ഈ മതങ്ങൾ? അങ്ങനെ മതങ്ങളെ കുറിച്ച് പഠിക്കാൻ ശ്രമിച്ചപ്പോൾ പിന്നെ അടുത്ത് ഞാൻ കണ്ട മതം ക്രിസ്തു മതമാണ്. എന്താണ് ക്രിസ്ത്യാനിറ്റി? അപ്പോൾ ക്രിസ്തു മതത്തിന്റെ നിർവചനം ആദ്യം നോക്കിയപ്പോൾ തന്നെ the definition of Christianity means the people who follow the teachings of Jesus Christ. യേശു ക്രിസ്തു എന്ന വ്യക്തിയുടെ വചനങ്ങളെ പിൻപറ്റുന്നവരാകുന്നു ക്രിസ്തുവിന്റെ അനുയായികൾ എന്നറിയപ്പെട്ടവർ. അപ്പോൾ ക്രിസ്ത്യാനികൾക്കുള്ള അടിസ്ഥാനമായ വേദഗ്രന്ഥം ബൈബിൾ എന്ന് വിളിക്കപ്പെടുന്ന ഗ്രന്ഥമാണ്.
അപ്പോൾ ബൈബിൾ എന്ന വേർഡിന്റെ അർത്ഥം ആദ്യം നോക്കിയപ്പോൾ തന്നെ ബിബിലോസ് എന്ന ഗ്രീക്ക് വേർഡിൽ നിന്നാണ് ബൈബിൾ എന്ന വാക്ക് അതിന്റെ വാക്കിന്റെ ഉത്ഭവം. ബിബിലോസ് എന്ന് പറഞ്ഞാൽ എ സെറ്റ് ഓഫ് ബുക്ക്, എ ബണ്ടിൽ ഓഫ് ബുക്ക്, അതായത് ബുക്കുകളുടെ ശേഖരണം എന്നാണ്. അതാണ് ബൈബിളിന്റെ അർത്ഥം. അങ്ങനെ 69 പുസ്തകമുള്ള ഒരു ബൈബിൾ, ഒരു കത്തോലിക്ക ബൈബിൾ ഞാൻ വാങ്ങിച്ചു. ആ ബൈബിൾ വാങ്ങിച്ചപ്പോൾ അതിൽ ഓൾഡ് ടെസ്റ്റ്മെന്റ്, ന്യൂ ടെസ്റ്റ്മെന്റ് 2 രീതിയിൽ കണ്ടു. അങ്ങനെ ഓൾഡ് ടെസ്റ്റ്മെന്റിൽ ആവർത്തന പുസ്തകം 6-ാമത്തെ അധ്യായം 4-ാമത്തെ വചനത്തിൽ പറയുന്നു, മോസസ് എന്ന പ്രവാചകനെ കാണാൻ സാധിച്ചു. അതിൽ പറയുന്നു, ഇസ്രായേൽ കേൾക്കുക നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവ്. അതുപോലെ തന്നെ ആവർത്തന പുസ്തകം 4-ാമത്തെ അധ്യായം 35-ാമത്തെ വചനത്തിൽ പറയുന്നു, നമ്മുടെ ദൈവമായ കർത്താവ് യഹോവ മാത്രമാകുന്നു, അവരിലത് മറ്റൊരു ദൈവമില്ല തന്നെ. ആവർത്തന പുസ്തകം 4-ാമത്തെ അധ്യായം 39-ാമത്തെ വചനത്തിൽ പറയുന്നു, മീതെ ആകാശത്തും താഴെ ഭൂമിയിലും യഹോവയുടെ മറ്റൊരു ദൈവമില്ല തന്നെ. യെശയ്യാപ്രവചന പുസ്തകം 45-ാമത്തെ അധ്യായം 5-ാമത്തെ വചനത്തിൽ പറയുന്നു, ഞാൻ യഹോവയാകുന്നു, നിങ്ങൾ ഞാനല്ല മറ്റൊരു ദൈവം ഇല്ല തന്നെ. അതുപോലെ തന്നെ മലാഖിയുടെ പുസ്തകം 2:10, സക്കറിയായുടെ പുസ്തകം 14:9, ഇയ്യോബിന്റെ പുസ്തകം 9:8, നെഹെമ്യാവിന്റെ പുസ്തകം 9:6, സാമുവേൽ 2-ാം പുസ്തകം 7:22, നിരവധി സ്ഥലങ്ങളിൽ ബൈബിളിൽ എവിടെയും പറയുന്നു യഹോവയായ ദൈവം അവൻ ഏകൻ മാത്രമാണ്. അപ്പോൾ ഹിന്ദു മതത്തിൽ നമ്മൾ വിളിക്കപ്പെട്ട ദൈവത്തെ കുറിച്ച് നോക്കുകയാണെങ്കിൽ അവൻ ഹിരണ്യഗർഭൻ, വേദക്കൂൺ, അതുപോലെ തന്നെ ഭഗവാൻ, അതുപോലെ തന്നെ പരബ്രഹ്മം, ബ്രഹ്മൻ എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന ഏകനായ ദൈവത്തെക്കുറിച്ച് സംസ്കൃത ഭാഷയിൽ വിളിക്കപ്പെടുന്ന പേരുകളതല്ല. എന്നാൽ ഈ സംസ്കൃത ഭാഷയിലുള്ള സൃഷ്ടാവായ ദൈവത്തെക്കുറിച്ച് തന്നെ ഹീബ്രു ഭാഷയിൽ അവനെ യഹോവയെന്ന് വിളിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ സൃഷ്ടാവ് മാറുന്നില്ല, സൃഷ്ടാവിനെ പല ഭാഷകൾ മാറിയപ്പോൾ അവന്റെ പേരിൽ വ്യത്യാസം വന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഹിന്ദുമത പ്രകാരമുള്ള ഏകനായ ദൈവത്തെ തന്നെ ആകുന്നു ഇസ്രായേൽ എന്ന ഇസ്രായേലുള്ള ജനങ്ങൾ വിശ്വസിച്ച ആ ദൈവം ഈ ഹിന്ദു മതത്തിലുള്ള ദൈവം തന്നെയാകുന്നു. അങ്ങനെ അതിനുശേഷം പിന്നീടാണ് ഞാൻ ബൈബിളിൽ ന്യൂ ടെസ്റ്റ്മെന്റ് കാണാൻ സാധിച്ചത്. യേശുവിന്റെ പുതിയ നിയമങ്ങൾ, യേശു എന്ന പ്രവാചകനെ കുറിച്ച് പരിചയപ്പെടുന്ന 4 സുവിശേഷങ്ങൾ, മത്തായി, മാർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ. ഇത് വായിച്ചപ്പോൾ അതിൽ യേശുവിനോട് ചോദിക്കുന്നു, നല്ലവനായ മഹാനായ ഗുരു, എല്ലാ കൽപ്പനകൾക്കും ഉപരി എന്താണ് അപ്പുറമായി മറ്റൊരു കൽപ്പന? അപ്പോൾ യേശു പറയുന്നു, മാർക്കോസിന്റെ സുവിശേഷം 12-ാമത്തെ അധ്യായം 29-ാമത്തെ വചനത്തിൽ യേശു പറയുന്നു, ഷമാ ഇസ്രായേൽ വാട്നയിലെ ഹായന വാട്ന ഇഖാദ്. ഒരു ഹീബ്രു ഉദ്ധരണിയാണ്. ഇതിൽ യേശു പറയുന്നു, ഇസ്രായേൽ കേൾക്കുക നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവ്, അവനെ പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ഹൃദയത്തോടും സ്നേഹിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ യേശുവിന്റെ അധ്യാപനങ്ങൾ തന്നെ ആദ്യം തുടങ്ങുന്നത് തന്നെ അതിൽ ഇഹാദ് എന്നാൽ ഹീബ്രു ഭാഷയിൽ, ഗ്രീക്ക് ഭാഷയിൽ ഏകനായ ദൈവം, ഇഹാദ് എന്നാൽ ഏകൻ, ഒന്ന് മാത്രമെന്നാണ് അർത്ഥം വരുന്നത്. അതുപോലെ തന്നെ യേശുവിനോട് ചോദിക്കുന്നു, നല്ലവനായ ഗുരു, നിത്യജീവൻ പ്രാപിക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യണം? ഒരു അനുയായി യേശുവിനോട് ചോദിക്കുകയാണ്. അപ്പോൾ യേശു പറയുന്നു, മാർക്കോസ് സുവിശേഷം 10:11 പറയുന്നു, നീ എന്തിനെ നല്ലോണം വിളിക്കുന്നു? ദൈവം ഒരാളുള്ള നല്ലവനായി ആരും തന്നെ ഇല്ല. അപ്പോൾ എന്റെ മനസ്സിൽ, ഹൃദയത്തിൽ സ്പർശിക്കുന്ന വചനങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും ഈ വചനങ്ങളെല്ലാം തന്നെ യേശു ഏകനായ ദൈവത്തിലേക്ക് വിരൽ ചൂടുന്നു. എനിക്ക് ഒത്തിരി മനസ്സിലൊരു സന്തോഷം തോന്നിയിരുന്നു. പിന്നീട് അതുപോലെ തന്നെ യോഹന്നാന്റെ സുവിശേഷം 5-ാമത്തെ അധ്യായം 30-ാമത്തെ വചനത്തിൽ യേശു പറയുന്നുണ്ട്, എനിക്ക് സ്വന്തമായി ഒന്നും ചെയ്യാനുള്ള കഴിവില്ല, ഞാൻ കേൾക്കുന്ന ന്യായം വിധിക്കുന്നു, എന്റെ ഇഷ്ടമല്ല, എന്നെ ആയച്ചവന്റെ ഇഷ്ടം നിറവേറ്റാനായി ഞാൻ ഭൂമിയിൽ വന്നിരിക്കുന്നത്. അപ്പോൾ യേശുവിനെ ആശ്രയിക്കുന്ന ദൈവം, അവന്റെ ഇഷ്ടം നിറവേറ്റാൻ വേണ്ടി ഞാൻ വന്നിരിക്കുന്നു. അപ്പോൾ യേശു ഒരു മെസ്സഞ്ചർ, ഒരു പ്രൊഫറ്റ് ആണെന്ന് വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ മത്തായിയുടെ സുവിശേഷം 12:28 പറയുന്നുണ്ട്, ഞാൻ ഭൂതങ്ങളെ പിശാചിനെയും പുറത്താക്കുക ദൈവത്തിന്റെ സഹായത്തോടു കൂടെയാകുന്നു. അത് ലൂക്കോസ് സുവിശേഷം 11:20 പറയുന്നു, ഞാൻ ഭൂതങ്ങളെയും പിശാചിനെയും പുറത്താക്കുക ദൈവത്തിന്റെ സഹായത്തോടു കൂടെയാണെന്ന് വ്യക്തമായിട്ട് പറയുന്നു. അതുപോലെ തന്നെ യേശുവിന്റെ അധ്യാപനങ്ങൾ നോക്കിയാൽ കാണാം. യേശുവിന്റെ അധ്യാപനം നോക്കുകയാണെങ്കിൽ മത്തായിയുടെ സുവിശേഷം 6-ാമത്തെ അധ്യായം നോക്കിയാൽ കാണാം, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അവിശ്വാസികളെ കപടഭക്തനെ പോലെ ആകരുത്, നീയോ പ്രാർത്ഥിക്കുമ്പോൾ രഹസ്യമായി നിന്റെ ദൈവത്തോട് നിങ്ങൾ പ്രാർത്ഥിക്കുക, രഹസ്യമായി കാണുന്ന പിതാവ് ദൈവം നിങ്ങൾ പ്രാർത്ഥന ഉത്തരം നൽകുന്നതാകും. നിങ്ങൾ ഈവണ്ണം പ്രാർത്ഥിക്കുമ്പോൾ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തീരുമാനിച്ച സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അതുപോലെ തന്നെ ഞങ്ങൾ ചെയ്യുന്ന തെറ്റുകൾ ഞങ്ങളോട് തന്നെ പൊറുക്കപ്പെടണമേ, അത് ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടെ ഞങ്ങളെ തിന്മയിൽ രക്ഷിച്ചുകൊള്ളണമേ. ഇതാകുന്നു യേശു പഠിപ്പിച്ച പ്രാർത്ഥന. അപ്പോൾ രഹസ്യമായി നിന്റെ പിതാവിനോട് കഥ കടച്ച് രഹസ്യമായി ദൈവത്തോടും ആരാധിക്കാൻ, പ്രാർത്ഥിക്കാൻ യേശു പഠിപ്പിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ യേശു പറയുന്നുണ്ട്, യോഹന്നാന്റെ സുവിശേഷം 4-ാമത്തെ അധ്യായം 14-24 വചനങ്ങൾ യേശു പറയുന്നുണ്ട്, ഒരു സ്ത്രീയെ, ഒരു കിരണനെ ചൂണ്ടിക്കാണിച്ച് യേശു സംസാരിക്കുന്ന ഒരു സ്ത്രീയോട്,
ഈ കിണറ്റ് കുടിക്കുന്നവൻ വീണ്ടും ദാഹിക്കുക തന്നെ ചെയ്യും. എന്നാൽ ഞാൻ തരുന്ന വെള്ളം അത് കുടിക്കുന്ന ഒരിക്കലും ദാഹിക്കുകയില്ല, അത് അവൻ നിത്യജീവനായിരിക്കും. അപ്പോൾ സ്ത്രീ പറഞ്ഞു, എന്നാൽ യേശുവേ, നീ ആ ജലം എനിക്ക് തരിക. ഇവിടെ വന്ന് കോരി കുടിപ്പാതിരിപ്പാനും എനിക്ക് ദാഹിക്കാതിരിക്കുവാനും നീ ആ ജലം എനിക്ക് തരിക. അപ്പോൾ യേശു പറഞ്ഞു, നീ നിന്റെ ഭർത്താവിനെ വിളിച്ചുകൊണ്ട് വരിക. അപ്പോൾ സ്ത്രീ പറഞ്ഞു, എനിക്ക് ഭർത്താവില്ല തന്നെ. അപ്പോൾ യേശു പറഞ്ഞു, നീ ഇപ്പോൾ പറഞ്ഞാൽ സത്യമാകുന്നു. ഇതിനു മുമ്പ് നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, ഇപ്പോൾ ഉള്ളവൻ നിന്റെ ഭർത്താവല്ല തന്നെ. അപ്പോൾ സ്ത്രീ പറഞ്ഞു, യേശുവേ, നീ പറഞ്ഞ മുഴുവൻ കാര്യങ്ങൾ സത്യമാകും, ഇനി ഞാൻ പ്രവാചകനായി കാണുന്നു. അപ്പോൾ യേശു പറയുന്നുണ്ട്, ഈ സ്ത്രീയെ, നിങ്ങൾ ഈ ദൈവത്തെ ഈ മലയിലുമല്ല ഈ ജെറുസലേമിലുമല്ല ആരാധിക്കേണ്ടത് എന്ന് നാഴിക വരുന്നു. അവിടുന്ന് ആഗ്രഹിക്കുന്ന ഇതുപോലെ ആകുന്നു. ദൈവത്തെ ആരാധിക്കുന്നവൻ ആത്മാവിലും സത്യത്തിലും ആരാധിക്കേണ്ടിയിരിക്കും, ദൈവം ആത്മാവാകുന്നു. അപ്പോൾ ആ സ്ത്രീ പറയുന്നു, എനിക്കറിയാം മിശിഹ വരുമെന്ന്. മിശിഹ വന്നു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചു തരുമെന്ന് എനിക്കറിയാം. അപ്പോൾ യേശു പറഞ്ഞു, നിന്റെ മുമ്പിൽ ഞാൻ തന്നെയാകുന്നു ആ മിശിഹ. അപ്പോൾ യേശു പറയുന്നത് എന്താണ്? നിങ്ങൾ അറിയുന്നതിനെ ഞങ്ങൾ അറിയുന്നതിനെ ആരാധിക്കുന്നു. അപ്പോൾ ശരിക്കും പറയുന്നത് ഏകനായ ദൈവത്തെ ആരാധിക്കാൻ യേശു വ്യക്തമായിട്ട് പറയുന്നു. അതുപോലെ തന്നെ യോഹന്നാൻ സുവിശേഷം 17:3 യേശു പറയുന്നുണ്ട്, അദ്ദേഹം ആകാശങ്ങളെ കൈകൊടുത്തിട്ട് യേശു പറയുകയാണ്, ഏക സത്യതയുമായി നിന്നെയും നീ ആയിരിച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെയും അറിയുന്ന നിത്യജീവനാകുന്നു. ദൈവമേ, ഞാൻ അങ്ങേ ഭൂമിയിൽ മഹത്വപ്പെടുത്തി, നീ എനിക്ക് ചെയ്യാൻ പ്രവർത്തനം ചെയ്തു തന്നിരിക്കുന്നു എന്ന് യേശു പറയുന്നു. അങ്ങനെ യേശുവിന്റെ അധ്യാപനങ്ങൾ എനിക്ക് ഭയങ്കരമായി എൻ്റെ മനസ്സിൽ ഒത്തിരി സ്വാധീനിച്ചു. ഒത്തിരി എൻ്റെ മനസ്സിൽ യേശുക്രിസ്തു, അദ്ദേഹം ആ യേശുക്രിസ്തു എന്ന പ്രവാചകൻ ഒരുപാട് ഒരു മനുഷ്യന് വേണ്ടുന്ന സർവ്വകാര്യങ്ങളും പഠിപ്പിച്ചു തന്ന അധ്യാപനങ്ങൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അങ്ങനെ പിന്നെ ക്രിസ്തുമതത്തിൽ വെച്ചുകൊണ്ട് തന്നെ 6 മാസക്കാലം ഞാൻ ഒരു ട്രിവാൻഡ്രത്തെ പാളയം എന്ന കത്തോലിക്ക പള്ളിയിൽ പോയിരുന്നു. അത് രാവിലെയും വൈകിട്ടും ഇവിടെ കുർബാനയ്ക്ക് പോയിരുന്നു. അപ്പോൾ അവരുടെ പ്രാർത്ഥനാ രീതികളെല്ലാം അത് മനസ്സിലാക്കുമായിരുന്നു. അപ്പോൾ അവിടെ ഇടയ്ക്ക് കണ്ടു, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എന്ന് പറഞ്ഞു. അപ്പോൾ ഒരിക്കലും പിതാവും പുത്രനും പരിശുദ്ധാത്മാവും, പിതാവ് എന്നാൽ ഏകനായ ദൈവം, പുത്രൻ എന്ന് സങ്കല്പിക്കുന്നത് യേശു ക്രിസ്തുവിനെ, പരിശുദ്ധാത്മാവ് എന്ന് പറയപ്പെടുന്നത് ഇപ്പം ജിബ്രിയേൽ, ആർക്കേഞ്ചൽ ഗബ്രിയേലിനെ. അപ്പോൾ അതുപോലെ തന്നെ ക്രിസ്തു വിശ്വാസ പ്രകാരം നോക്കുമ്പോൾ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും കൂടി ചേർന്നതാകും ദൈവം എന്ന സങ്കല്പം, ട്രിനിറ്റി എന്ന സങ്കല്പം കാണാൻ സാധിച്ചു. അതൊരിക്കലും ബൈബിളിൽ ട്രിനിറ്റി എന്ന വേർഡുമില്ല. അതുപോലെ തന്നെ യേശു ക്രിസ്തു ത്രിയേകത്വം പഠിപ്പിച്ചിട്ടുമില്ല. അങ്ങനെ യേശു ക്രിസ്തുവിനെ ഞാൻ യേശുവിൽ വിശ്വസിക്കാൻ തുടങ്ങി. അതായത് യേശുവാണ് എൻ്റെ പ്രവാചകൻ, കാരണം യേശുവിനെ പോലും ഞാൻ ആയി മാറിയാൽ എനിക്ക് ദൈവത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയും എന്ന വിശ്വാസമായിരുന്നു. അപ്പോൾ എൻ്റെ മനസ്സിലെ സങ്കല്പം, യേശു ആകുന്ന അന്ത്യപ്രവാചകൻ, ഇതിനു ശേഷം മറ്റൊരു പ്രവാചകൻ ഇല്ല, ഇനി ലോകാവസാനം വരാനിരിക്കുന്നു. അപ്പോൾ ദൈവത്തിന്റെ അന്ത്യദൂതനായി യേശു ക്രിസ്തു വന്നു എന്ന് പറയപ്പെട്ടു. പിന്നീട് യേശു ക്രിസ്തുവിനെ പുത്രൻ എന്ന സങ്കല്പമാണ് ക്രൈസ്തവ വിശ്വാസികൾ വിശ്വസിക്കുന്നത്. ശരിക്കും പുത്രൻ എന്ന് പറഞ്ഞാൽ മത്തായിയുടെ സുവിശേഷം 5:8 പറയുന്നുണ്ട്, അതായത് ഭൂമിയിൽ സമാധാനം ഉണ്ടാക്കുന്ന ഒരു ഭാഗ്യവാന്മാർ അവർ ദൈവത്തിന്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും. അപ്പോൾ സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ ദൈവത്തിന്റെ പുത്രന്മാർ വിളിക്കുമ്പോൾ ഞാനും നിങ്ങളും സമാധാനം ഉണ്ടാക്കുന്നെങ്കിൽ നമ്മളെല്ലാം ദൈവത്തിന്റെ പുത്രന്മാരാണ്. ഏത് രീതിയിൽ? സമാധാനം ഉണ്ടാക്കുന്ന ദൈവത്തിന്റെ ദാസൻ നടത്തി ദൈവത്തിന്റെ പുത്രനാണെന്ന് പറയാം. അപ്പോൾ റോമർ ലേഖനം 8:14 പറയുന്നുണ്ട്, പരിശുദ്ധാത്മാവിൽ നയിക്കപ്പെടുന്ന ദൈവത്തിന്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും. അഥവാ നല്ല വിശുദ്ധിയുള്ള ആത്മാക്കളെല്ലാം ദൈവത്തിന്റെ ദാസൻ എന്ന് കൊടുക്കുന്ന ഒരു വാക്യത്തിൽ അവിടെ പുത്രൻ എന്ന് കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അവൻ ദൈവത്തിന്റെ ദാസനായി, അവൻ ദൈവത്തിന്റെ പുത്രനാകുന്നു എന്ന് പറയും. അങ്ങനെ പിന്നെ ഇതിന് ശേഷം ഞാൻ ജൂതമതത്തെ കുറിച്ച് പഠിച്ചു. അങ്ങനെ ബൈബിൾ എൻ്റെ കയ്യിൽ ഋഗ്വേദം, യജുർവേദം, സാമവേദം, ഭഗവത്ഗീത, അതോടൊപ്പം തന്നെ ബൈബിളും ഉണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം ജൂതമതം എന്താണ്, ജൂദായിസത്തെ കുറിച്ച് പഠിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ജൂതമതത്തെ കുറിച്ച് പഠിച്ചപ്പോൾ അതിൽ അഥവാ ബൈബിളിന്റെ 4/1 ഭാഗം മാത്രം വിശ്വസിക്കുന്നവരാകുന്നു ജൂതമതക്കാർ. അതായത് ബൈബിളിലെ പഞ്ചപുസ്തകങ്ങളായ ഉൽപ്പത്തി, ആവർത്തനം, ലേവ്യ, സംഖ്യ, പുറപ്പാട്, ഈ 5 പുസ്തകങ്ങൾ വിശ്വസിക്കുന്നവരാകുന്നു ജൂതമതക്കാർ. അതിൽ ശരിക്കും ഈ മോശ എന്ന പ്രവാചകനാകുന്നു അവരുടെ പ്രവാചകൻ. അതുപോലെ ജൂതമത സ്ഥാപകർ എന്ന 4 പേരെ കുറിച്ചൊക്കെ പറയുന്നു. അപ്പോൾ ജൂതമതം പഠിച്ചപ്പോൾ അവർ ഏകന ദൈവത്തിൽ വിശ്വസിക്കുന്നു, പക്ഷെ യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്നില്ല. യേശുക്രിസ്തു എന്ന പ്രവാചകൻ വന്നിട്ടില്ല, അത് വ്യാജ പ്രവാചകനാണെന്നാണ് ജൂതന്മാർ കരുതുന്നത്. അങ്ങനെ പിന്നീട് ജൂതമതം ഞാൻ അവിടെ ഒരു സൈഡിലാക്കി. പിന്നീട് സിഖ് മതത്തെ കുറിച്ച് പഠിച്ചു. സിഖ് മതത്തെ കുറിച്ച് പഠിച്ചപ്പോൾ അതിൽ ശരിക്കും ഏകനാ ദൈവത്തെ കുറിച്ച് പറയുന്നു. ഓംകാരം എന്ന് വിളിക്കപ്പെടുന്ന ഏകനാ ദൈവത്തെ കുറിച്ച് ഗുരുനാനാക്ക് വ്യക്തമായിട്ട് ഗുരുനാഥ സഭയിൽ പറയുന്നുണ്ട്. അപ്പോൾ ആ ദൈവത്തെ മാത്രമേ ആരാധിക്കാൻ പറയുന്നുള്ളൂ. പക്ഷെ അവർക്ക് പ്രവാചകൻ സങ്കല്പമോ അങ്ങനെയുള്ളതൊന്നുമില്ല തന്നെ. അപ്പോൾ എൻ്റെ മനസ്സിൽ അപ്പോഴുമുള്ള വിശ്വാസം, ആദം എന്ന പ്രവാചകൻ ആദ്യം വന്നു, ആദമിന് ശേഷം അബ്രഹാം വന്നു, മോശ വന്നു, സക്കറിയ, നെഹമ്യ, ഇവർക്ക് ഒരുപാട് പ്രവാചകന്മാർ ലോകത്ത് വന്നു. ആ പ്രവാചകരുടെ അവസാനത്തെ കണ്ണിയാണ് യേശുക്രിസ്തു എന്ന് വിശ്വസിച്ചിരുന്നു. അങ്ങനെ അതിനുശേഷം പിന്നീട് ഞാൻ നോക്കിയത് എന്താണ് ജൈനമതം. ജൈനമതത്തെ കുറിച്ച് പഠിച്ചപ്പോൾ അതിൽ ദൈവസങ്കല്പം ഒന്നുമില്ല തന്നെ.
ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് അവർ പറയുമ്പോൾ ജൈനമതത്തിൽ ദൈവത്തിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് ദൈവത്തിന് അവർ വില കൽപ്പിക്കുന്നില്ല തന്നെ. പിന്നെ ജൈനമതം ജൈനമതം പഠിച്ചപ്പോൾ ദൈവത്തിന്റെ സങ്കല്പം ഇല്ലാത്തൊരു മതം അതൊരു മതം തന്നെയല്ല. പിന്നീട് ഇങ്ങനെ മതങ്ങളെ കുറിച്ച് ഇങ്ങനെ പഠിച്ചത് ബുദ്ധമതത്തെ കുറിച്ച് പഠിച്ചപ്പോഴും അതിൽ ബുദ്ധന്റെ അധ്യാപനങ്ങൾ ദൈവത്തെക്കുറിച്ച് പറയുന്ന ഒരു വചനം കൂടി കാണാൻ സാധിച്ചിട്ടില്ല. പിന്നീട് ഇസ്ലാം എന്ന മതത്തെക്കുറിച്ച് എനിക്കറിയാം, പക്ഷെ പഠിക്കാൻ താല്പര്യപ്പെട്ടില്ല. കാരണം എന്നോട് ഒരു സുഹൃത്ത് പറഞ്ഞു, ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ക്രിസ്ത്യാനികൾ തന്നെയാണ് മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ, പക്ഷെ അവർ എന്ന് പറഞ്ഞാൽ യേശുവിൽ വിശ്വസിക്കുന്നില്ല. അവർ ഇസ്രായേൽ എന്ന് പറയുന്ന ഇസഹാക്കിന്റെ പരമ്പരയല്ല, അവർ ഇസ്മായിൽ വംശകരാണ്. ഇസഹാക്ക് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ക്രിസ്ത്യാനികളാണ്. അത് അബ്രഹാമിന്റെ ഭാര്യയാണ് ഇസഹാക്ക്. അബ്രഹാത്തിന്റെ ഭാര്യയായ സാറയിൽ നിന്നാണ് ഇസഹാക്ക് എന്ന കുട്ടി ഉണ്ടായത്. ആ കുട്ടിയിൽ നിന്നാണ് ഞങ്ങളെല്ലാം ഉണ്ടായത്. ആ കുട്ടിയുടെ പരമ്പര, ഇസഹാക്ക് എന്ന വ്യക്തിയുടെ പരമ്പരയാണ് ഞങ്ങളെല്ലാവരും, ഞങ്ങൾ ക്രിസ്ത്യാനികൾ. എന്നാൽ അബ്രഹാത്തിന്റെ അടിമ സ്ത്രീയായ ഹാഗാറിൽ നിന്നാണ് ഇസ്മായിൽ ഉണ്ടാവുന്നത്. അപ്പോൾ ആ ഇസ്മായിലിന്റെ വംശങ്ങളാണ് മുസ്ലിങ്ങൾ. അവർ യേശുവിൽ വിശ്വസിക്കുന്നില്ല എന്നാണ് ഒരു ക്രൈസ്തവനായ സുഹൃത്തിനോട് പറഞ്ഞു തന്നത്. അപ്പൊ ഞാനത് കേട്ടപ്പോൾ എന്റെ പ്രവാചകനെ, എന്റെ ദൈവദൂതനായ യേശു ക്രിസ്തുവിനെ കുറിച്ച് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവരെ ഖുർആൻ ഞാൻ വായിക്കാൻ താല്പര്യപ്പെടുന്നില്ല. അങ്ങനെ പിന്നീട് ഞാൻ യേശുവിനെ കുറിച്ച് ഗ്രന്ഥം എഴുതുകയാണ്. യേശു മഹാനായ പ്രവാചകൻ, നിങ്ങൾ എല്ലാവരും യേശുവിൽ വിശ്വസിക്കണം, ഇതാകുന്നു സത്യമായ മാർഗം, ഇതാകുന്നു സന്മാർഗം എന്ന് ഞാൻ ഗ്രന്ഥം എഴുതിയിരുന്നു. അങ്ങനെ എഴുതിയ കൂട്ടത്തിൽ ഒരു മുസ്ലിമായ സുഹൃത്തിനോടൊന്ന് പറഞ്ഞു, രാഹുൽ, നീ യേശുവിനെ എന്തായി കാണുന്നു? ഞാൻ പറഞ്ഞു, യേശുവിനെ പ്രവാചകനെ കാണുന്നു. ദൈവം എന്തായി കാണുന്നു? ദൈവം എന്ന് പറഞ്ഞാൽ ഈ പരമാണു മുതൽ ഭീമാകാരമായി പ്രപഞ്ചത്തെ സൃഷ്ടിച്ച സൃഷ്ടാവാണ് ദൈവം എന്ന് പറഞ്ഞു. അപ്പോ ഈ പരമാണു മുതൽ ഭീമാകാരമായ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച സൃഷ്ടാവായ ദൈവം, അവനെ കുറിച്ച് വ്യക്തമായിട്ട് ഖുർആനിൽ പറയുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഓക്കെ, ജൂതമതത്തിലും പറയുന്നുണ്ടല്ലോ, ജൂതമതത്തിലും യഹോവ അവർ എലോഹിം എന്ന് വിളിക്കപ്പെടുന്നു, ഏകന ദൈവത്തെ. പക്ഷെ അവർ യേശുവിൽ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നില്ല, ഞാൻ ജൂതമതക്കാരെ അംഗീകരിക്കുന്നില്ല. ബുദ്ധമതമോ ജൈനമതമോ സിഖ് മതമോ അതുപോലെ തന്നെ മറ്റൊരു മതങ്ങളും തന്നെ യേശുവിൽ വിശ്വസിക്കുന്നില്ല. കാരണം യേശുവിന്റെ പ്രവാചകനാണ്, കാരണം യേശുവിന്റെ അധ്യാപനം എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ആ സുഹൃത്തിനോട് പറഞ്ഞു, രാഹുൽ, അങ്ങനെയാണെങ്കിൽ ബൈബിളിനേക്കാളും വിശുദ്ധ ഖുർആനിൽ യേശുവിനെ മഹത്വപ്പെടുന്ന ഗ്രന്ഥങ്ങൾ നിരവധി ഉണ്ടെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ബൈബിളിലെ യേശുവിന്റെ അമ്മയായ മറിയത്തെ കുറിച്ച് ബൈബിളിലെ ഒരു അധ്യായങ്ങൾ പോലുമില്ല. എന്നാൽ വിശുദ്ധ ഖുർആനിൽ സൂറത്ത് മറിയം എന്ന ചാപ്റ്റർ തന്നെയുണ്ട്. ഈ രണ്ട് കാര്യങ്ങൾ കേട്ടപ്പോൾ എന്റെ മനസ്സിൽ ഒത്തിരി സന്തോഷം തോന്നി. അങ്ങനെയാണെങ്കിൽ ഈ ഖുർആൻ എനിക്കിന്ന് വായിക്കണം, ഈ പരിശുദ്ധ ഖുർആൻ എന്താണെന്ന് എനിക്ക് അറിയണം. അങ്ങനെ ആ സുഹൃത്തിനോട് ഞാൻ പറഞ്ഞു, എന്നാലൊരു കാര്യം ചെയ്യുക, നീ ആ ഖുർആൻ കൊണ്ടുവരിക എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ഉടനെ താമസിക്കാതെ തന്നെ എനിക്ക് ഖുർആൻ എത്തിച്ചു. അപ്പോൾ ഖുർആൻ എത്തിക്കഴിഞ്ഞപ്പോൾ ഞാൻ ആദ്യം കണ്ടത് വേറൊരു വചനങ്ങളുമല്ല, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇതൊരു അറബി ഉദ്ധരണിയാണ്. ഇതിൽ പറയുന്നു, പരമകാരുണികനും കരുണാനിധിയുമായ ദൈവനാമത്തിൽ, ഈശ്വരനാമത്തിൽ. അപ്പോ പരമകാരുണികനും കരുണാനിധിയുമായ ദൈവം എന്ന് പറഞ്ഞാൽ അവൻ മനുഷ്യനോട് അത്ര അടുത്തുള്ളവൻ എന്നാണ്. അപ്പോ ശരിക്കും ഹിന്ദുമതം നോക്കുകയാണെങ്കിൽ ഋഗ്വേദം 10ാമത്തെ മണ്ഡലം 121 ശ്ലോകത്തിൽ പറയുന്നു, ഹിരണ്യഗർഭ സമവർത്തതാഗ്രേ ഭൂതസ്യ ജാതപരിദേഗാസിത് സദാധാര പ്രതിബിംബ്യാമുതോമാം തസ്മൈ ദേവായ ഹവിഷാ വിദേമ. ആദിയിൽ ഹിരണ്യഗർഭൻ ഏകനായ ദൈവം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവൻ സ്വർഗത്തെയും ഭൂമിയെയും യഥാസ്ഥാനത്തിൽ സൃഷ്ടിച്ചിരിക്കുന്നു. അവന്റെ അധീനതയിലാകുന്നത് സർവ്വതും. അവൻ എല്ലാം സൃഷ്ടിച്ചു, അവനിൽ നിന്ന് എല്ലാം ഉണ്ടായി എന്ന് പറയുന്നു. ബൈബിൾ നോക്കിയാൽ ഉൽപ്പത്തി പുസ്തകം 1ാമത്തെ അധ്യായം 1ാമത്തെ വചനത്തിൽ പറയുന്നു, ദൈവം ആദിയിൽ ആകാശഭൂമി സൃഷ്ടിച്ചിരിക്കുന്നുവെന്ന്. അപ്പോൾ ഖുർആൻ നോക്കിയപ്പോൾ ദൈവത്തിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ചോ ദൈവത്തിന്റെ ശക്തിയെ കുറിച്ചൊന്നുമല്ല, പരമകാരുണികനും കരുണാനിധിയുമാണ് ഈശ്വരൻ ദൈവം എന്ന് പറയുന്നു. അപ്പോൾ ഞാൻ ചിന്തിച്ചു, എനിക്കൊരു മാതാവ് ഉണ്ടെങ്കിൽ ആ മാതാവ് മകനോട്, മോനെ, നിന്റെ അച്ഛൻ നല്ല സൂപ്പർമാനാണ്, അല്ലെങ്കിൽ നിന്റെ അച്ഛൻ നല്ല പോലീസ് ഓഫീസറാണ്, നിന്റെ അച്ഛൻ വളരെ വളരെ എന്താ പറയാ കഴിവുള്ളവനാണെന്ന് പറയുന്നതിനേക്കാളുടെ എഞ്ചിനീയർ ആണെന്നോ IAS ആണെന്ന് പറഞ്ഞേക്കാൾ ഉപരി മോൻ, ആ കുട്ടിക്ക് ആവശ്യം എന്താ, മോനെ നിന്റെ അച്ഛൻ ഒത്തിരി കാരുണ്യം ചെയ്യുന്നവരാണ്, നിന്റെ പിതാവ് ഒത്തിരി നിന്നോട് വാത്സല്യം, നിനക്ക് സ്നേഹം തരുന്നതെന്ന് പറയുമ്പോൾ കുട്ടി കുറച്ചൊരു അട്രാക്ട് ചെയ്യും ആ ഫാദറിനെ. അതുപോലെ തന്നെ ഈ നമ്മുടെ പ്രപഞ്ച സൃഷ്ടാവായ നാഥൻ നമ്മളോട് ഏറ്റവും കൂടുതൽ കരുണ ചെയ്യുന്നവനാണ്, കാരുണ്യവാൻ എന്ന് പറയുമ്പോഴാണ് മനസ്സിൽ ഒത്തിരി എന്ത് ചെയ്യുന്നത്, മനസ്സിൽ ഒത്തിരി സന്തോഷവും ദൈവത്തോട് അടുക്കുകയും ചെയ്യുന്നത്. ഇതുപോലൊരു വചനം എനിക്ക് മറ്റൊരു ഗ്രന്ഥങ്ങളിലും കാണാൻ സാധിച്ചിട്ടില്ല. പിന്നീട് ഖുർആനിലെ
ഇനി ഖുർആൻ തിരിച്ച് വായിക്കേണ്ടത് എനിക്കറിയില്ല, കാരണം ഖുർആൻ വായിക്കേണ്ടത് ഇടത്തുനിന്നാണ് അറിയില്ല. വലത്ത് ഞാൻ സാധാ ബുക്സ് വായിക്കുന്നവർ വായിച്ചു, ബൈബിളും ഭഗവത്ഗീത വായിച്ചു ഞാൻ വായിച്ചു. അപ്പോൾ അതിൽ കാണാൻ സാധിച്ചത് കുൽ അഊദു ബിറബ്ബിന്നാസ്, മനുഷ്യരുടെ ദൈവത്തിന് ഞാൻ രക്ഷ തേടുന്നു. അതിൽ മുസ്ലിങ്ങളെ വിളിച്ചില്ല, ഹിന്ദുക്കളെന്നോ ക്രിസ്ത്യാനികളെന്നോ, കേവലം ഒരു ഗോത്ര മനുഷ്യരെയല്ല വിളിച്ചത്. മനുഷ്യരുടെ ദൈവത്തിന് ഞാൻ രക്ഷ തേടുന്ന പ്രാർത്ഥന. അതുപോലെ തന്നെ പിന്നീട് അടുത്തൊരു അധ്യായമാണ് ശരിക്കും എൻ്റെ മനസ്സിനെ ഇളക്കിയത്. അത് സൂറത്ത് ഇഖ്ലാസ് എന്ന് പറയും. അത് 4 വചനങ്ങളാണ്. 4 ദൈവം എന്താണെന്നുള്ള 4 വചനങ്ങൾ. അതിൽ അറബി ഉദ്ധരണി കുൽ ഹുവല്ലാഹു അഹദ്, പറയുക ദൈവം ഏകനാകുന്നു. ഇത് തന്നെ ഹിന്ദു മതത്തിൽ ഏകം സത് വിപ്രവഹുതവതന്തി, ദൈവം ഏകനാകുന്നു. 2ാമത്തെ വചനം അല്ലാഹു സ്വമദ്, അവൻ പരാശ്രയം ആവശ്യമില്ലാത്തവനാകുന്നു. ഇത് തന്നെ ഹിന്ദു മതത്തിൽ പറയുന്നുണ്ട്. തമീശ്വരാണം പരമ മഹേശ്വരം തം ദേവതാനാം പരമാംശ ദൈവം എന്ന് പറയുന്നു. അതുപോലെ തന്നെ ലം യലിദ് വലം യൂലദ്, അവൻ സന്താനങ്ങൾ ജനിപ്പിച്ചിട്ടുമല്ല, അവൻ ജനിച്ചവനുമല്ല. ഇത് തന്നെ ഹിന്ദു മതത്തിൽ ശ്വേതാശ്വതോപനിഷത്ത് 6ാമത്തെ അധ്യായം 9ാമത്തെ വചനത്തിൽ പറയുന്നു നചാസ്യ കസിദ് ജനിതാന ചതിപ. അതുപോലെ സൂറത്ത് ഇഖ്ലാസ് 114ാമത്തെ അധ്യായം 112ാമത്തെ അധ്യായം 4ാമത്തെ വചനത്തിൽ പറയുന്നു വലം യകുല്ലഹു കുഫുവൻ അഹദ്, അവർ തുല്യന യാതൊന്നുമില്ല. ഇത് തന്നെ ഹിന്ദു മതത്തിൽ പറയുന്നു നതസ്യ പ്രതിമ അസ്തി യസ്യ നഹമാദൃശ്യ, ദൈവത്തിന് തുല്യമായി യാതൊന്നുമില്ല. അപ്പോൾ ഈ 4 വചനങ്ങൾ ഹിന്ദു മതത്തിലും അതുപോലെ തന്നെ ക്രിസ്തു മതത്തിലും ഉള്ള വചനങ്ങൾ വെച്ചുകൊണ്ട് സർവശക്തനായ ദൈവം ഖുർആനിൽ മുഹമ്മദ് നബി എന്ന പ്രവാചകൻ അവതരിപ്പിച്ചു കൊടുത്ത സൂറത്ത് അധ്യായമാണിത്. ആ അധ്യായത്തിൽ വ്യക്തമായിട്ടും കൃത്യമായിട്ടും ഈ 4 വചനങ്ങളിൽ ദൈവം ആരാണെന്ന് പറഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ ഈ വചനം കണ്ടപ്പോൾ ഒരിക്കലും ഇത് വെറുതെ ഉണ്ടാവുകയില്ല. ഈ വ്യക്തി എന്ന് പറഞ്ഞാൽ ശരിക്കും ദൈവത്തിൽ നിന്നുള്ള പ്രവാചകൻ തന്നെയാകുന്നു. അപ്പോൾ ആ പ്രവാചകൻ ഈ ദിവ്യ സന്ദേശം കിട്ടിയത് യേശുവിനെ പോലെ, എൻ്റെ പ്രവാചകനായ യേശുവിനെ പോലെ ദിവ്യ സന്ദേശം കിട്ടിയ ഒരു പ്രവാചകൻ തന്നെയാകുന്നു മുഹമ്മദ് എന്ന മനസ്സിൽ ദൃഢവിശ്വാസം എനിക്ക് ഉറച്ചു. അല്ലാതെ ഈ 4 വചനങ്ങൾ സാധാരണ ഒരു മനുഷ്യ, സാധാരണ ദൈവത്തിന്റെ പ്രവാചകൻ അല്ലാത്തൊരു വ്യക്തിക്ക് എഴുതാൻ കഴിയില്ല. പിന്നീട് ഖുർആൻ ഇങ്ങോട്ട് വായിച്ചപ്പോൾ ധാരാളം വചനങ്ങൾ കണ്ടു. അതിൽ പറയുന്നുണ്ട്, അതായത് ഈ ഗ്രന്ഥം സൂറത്ത് അൽ അൻബിയ 21ാമത്തെ അധ്യായം 107ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട് ഇന്നഹുൽ, അതായത് പ്രവാചകനെ അഥവാ ലോകർക്ക് മുഴുവനും വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, ലോകർക്ക് മുഴുവനും കാരുണ്യമേ കൊണ്ട് നിന്നെ ഞാൻ അയച്ചിരിക്കുന്നു പ്രവാചകനെ എന്ന് പറയുകയാണ്. അപ്പോൾ ലോകത്തിന്റെ മുഴുവനുമുള്ള പ്രവാചകൻ. അപ്പൊ ഞാൻ നോക്കിയപ്പോൾ യേശു എന്ന പ്രവാചകൻ ലോകത്തിന് മുഴുവനും പ്രവാചകൻ വിശ്വസിച്ചു. കാരണം എന്തുകൊണ്ട് യേശു പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും യേശുവിന് ശേഷം 2000 വർഷം ശേഷം ഒരു പ്രവാചകന്മാർ ലോകത്ത് വരാത്തത് കൊണ്ട് ഞാൻ കരുതിയത് എന്താണ്, അപ്പോഴും എന്റെ കാലഘട്ടത്തിൽ എന്റെ പ്രവാചകൻ യേശു ആയിരുന്നു എന്നതാണ്. പക്ഷെ എന്നാൽ മുഹമ്മദ് നബി വന്നതുകൊണ്ട് യേശു പഠിപ്പിച്ച അതേ പ്രകാശം, സത്യപ്രകാശമായിട്ടുള്ള ഗ്രന്ഥമായി കൊണ്ട് ഖുർആൻ കൊണ്ട് പ്രവാചകൻ ദൈവം യേശു മുഹമ്മദിനെ അയച്ചപ്പോൾ സത്യമായിട്ടും ഇതാകുന്നു എന്റെ പ്രവാചകൻ. അഥവാ എന്റെ മാത്രമല്ല, 6ാം നൂറ്റാണ്ടാണ് മുഹമ്മദിന്റെ ജനനം. അപ്പോൾ 6ാം നൂറ്റാണ്ട് മുതൽ ലോകർക്കാകമാനമുള്ള ജീവിച്ചിരുന്നവർക്കും ഇനി ജീവിക്കാൻ പോകുന്നവർക്കുമായിട്ടുള്ള സർവ്വ ഗ്രന്ഥങ്ങളും വിശുദ്ധ ഖുർആനാണെന്നും ആ എല്ലാ മനുഷ്യർക്കുമുള്ള പ്രവാചകൻ മെസ്സഞ്ചർ അത് പ്രൊഫറ്റ് മുഹമ്മദ് ആണെന്നും എനിക്ക് വ്യക്തമായിട്ട് ബോധ്യമായി. പിന്നീട് ഖുർആൻ ഇങ്ങോട്ട് വായിച്ചപ്പോൾ എനിക്ക് കാണാൻ സാധിച്ചു യേശുവിനെ കുറിച്ച് ധാരാളം വചനങ്ങൾ, ധാരാളം യേശുവിനെ കുറിച്ച് പറയുന്നു. യേശു മഹാനായ പ്രവാചകനായിരുന്നു. ദൈവത്തിന്റെ സമ്മതത്തോടു കൂടി യേശു പിശാചുകളെയും ഭൂതങ്ങളെയും പുറത്താക്കി. യേശു ദൈവത്തിന്റെ സമ്മതത്തോടു കൂടി അദ്ദേഹം മരിച്ചവരെ ഉറപ്പിച്ചു. അതിന് യേശു ബൈബിളിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ യേശു യോഹന്നാന്റെ സുവിശേഷം 14ാമത്തെ അധ്യായം 24ാമത്തെ വചനത്തിൽ യേശു പറയുന്നുണ്ട് ഞാൻ വചനം എന്റേതല്ല, എന്നെ അയച്ചവന്റേതാകുന്നു. യോഹന്നാന്റെ സുവിശേഷം 7:14 പറഞ്ഞു ഞാൻ പറഞ്ഞ ഉപദേശം എന്റേതല്ല, എന്നെ അയച്ചവന്റേതാകുന്നു. അങ്ങനെ യോഹന്നാന്റെ സുവിശേഷം 12ാമത്തെ 44ാമത്തെ വചനത്തിൽ യേശു പറഞ്ഞു, യേശു ഉച്ചത്തിൽ വിളിച്ച് പറഞ്ഞു എന്നിൽ വിശ്വസിക്കുന്ന എന്നിലുള്ള വിശ്വസിക്കുന്ന എന്നെ അയച്ചവൻ വിശ്വസിക്കുന്നു, എന്നെ കാണുന്നു എന്നെയല്ല കാണുന്നു എന്നെ അയച്ചവനെ കാണുന്നു. അപ്പോൾ യേശു പഠിപ്പിച്ച അതേപോലെ തന്നെ അധ്യാപനങ്ങൾ മുഹമ്മദ് പഠിപ്പിക്കുന്നു. മുഹമ്മദ് പറഞ്ഞ എന്താണ്, നിങ്ങൾ ദൈവത്തെ മാത്രം ആരാധിക്കുക, അവനാകുന്നു നിങ്ങളുടെ ഈശ്വരൻ, അവനെ മാത്രം നിങ്ങൾ ആരാധിക്കുക. അതുപോലെ തന്നെ അവൻ അയക്കപ്പെട്ട പ്രവാചകനെ എന്നെ നിങ്ങൾ വിശ്വസിക്കുക, ഇതാകുന്നു സന്മാർഗം, ഇതാകുന്നു സത്യം. അപ്പോൾ ഇങ്ങനെ സത്യം ഈ സത്യം അംഗീകരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ഖുർആൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. സൂറത്ത് അൽ ബഖറ 2ാമത്തെ അധ്യായം 39ാമത്തെ വചനത്തിൽ പറയുന്നു, അതായത് വല്ലദീന കഫറു വകദ്ദബൂ ബിആയാതിന ഉലൈക അസ്ഹാബുൻ നാരി ഹും ഫീഹാ ഖാലിദൂൻ. ദൈവം പറയാണ്, നമ്മുടെ സന്ദേശങ്ങളെ ആര് അവിശ്വസിച്ചുവോ, ആര് അവഗണിച്ചുവോ അവർ കാലാകാലം നരകത്തിലായിരിക്കും, അവർ നിത്യവാസികളായിരിക്കും. ഇതുപോലെ തന്നെ മറ്റൊരു വചനം പറയുന്നു. സൂറത്ത് അൽ ബഖറ 2ാമത്തെ അധ്യായം 82ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്നു, വല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്തി ഉലൈക അസ്ഹാബുൻ നാരി ഹും ഫീഹാ ഖാലിദൂൻ. നമ്മുടെ സന്ദേശങ്ങളെ ആര് വിശ്വസിച്ചുവോ, ആരത് പിൻപറ്റിയോ അവർ കാലാകാലം സ്വർഗ്ഗത്തിലായിരിക്കും, അവർ നിത്യവാസികളായിരിക്കും. അപ്പോൾ ആര് വിശ്വസിക്കുന്നു എന്നതാകുന്നു. എന്നിട്ട് പിന്നെ ഞാൻ പ്രധാനമായി പഠിച്ചത്, അപ്പോൾ ഈ ഖുർആൻ വിശ്വസിക്കുന്നു, ഞാൻ മുഹമ്മദ് നബിയിൽ വിശ്വസിക്കുന്നു. അപ്പോൾ എന്താണ് ഇസ്ലാം എന്ന വാക്കിന്റെ അർത്ഥം?
അപ്പോൾ എനിക്ക് അതുകൂടെ ഇപ്പോൾ ഇസ്ലാം എന്ന വാക്കിനടുത്ത് മുഹമ്മദിനെ പിൻപറ്റുന്നതാണോ അതോ എന്താണ് സാംസ്കാരിക പേരാണോ എന്നൊക്കെ എനിക്ക് മനസ്സിൽ ആശങ്കയുണ്ട്. അപ്പോൾ ഇസ്ലാം എന്ന മതത്തിന്റെ അർത്ഥത്തെക്കുറിച്ച് ഞാൻ പഠിച്ചു, മതത്തിന്റെ അർത്ഥം. അപ്പോൾ ഇസ്ലാം എന്ന് പറഞ്ഞാൽ അത് ശരിക്കും അനുസരണയാണ്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അത് ശരിക്കും അനുസരണയാണ്. ആരോട്? സൃഷ്ടികളായ മനുഷ്യർ, സൃഷ്ടാവായ ദൈവത്തിലുള്ള അനുസരണയാണ് ഇസ്ലാം. അപ്പോൾ അത് ഈ ഇസ്ലാം എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബിയുടെ മുഹമ്മദ് നബിയുടെ ഫോളോവേഴ്സ് എന്നോ മുഹമ്മദ് നബിയെ പിൻപറ്റുന്ന ആൾക്കാരെന്നല്ല, അറേബ്യൻ ഗോത്രമതമല്ല, ഒരു സാംസ്കാരിക മതമല്ല. അതെന്ന് പറഞ്ഞാൽ ജിയോഗ്രാഫിക്കൽ ആയിട്ടുള്ള ഒരു മതമല്ല. അതെന്ന് പറഞ്ഞാൽ മനുഷ്യൻ, ഏതൊരു വ്യക്തി, അത് മുസ്ലിം ആവട്ടെ, എന്ത് പേര് കൊണ്ടിപ്പം കുടുംബം, ഏത് കുടുംബത്തിൽ ജനിക്കട്ടെ, അവൻ ഏകനായ ദൈവത്തിൽ മനസ്സ് ഉറച്ച് വിശ്വസിക്കുന്നുവോ, അവൻ അയക്കപ്പെട്ട പ്രവാചകൻ വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ടോ, അവനെ മലയാള ഭാഷയിൽ സമർപ്പണ മതവിശ്വാസി എന്ന് പറയാം. അഥവാ ഏതൊരു വ്യക്തി തന്റെ ജീവിതത്തെ ദൈവത്തിന് സമർപ്പിക്കുന്നു, തന്റെ മുഴുവൻ കർമ്മങ്ങളെ ദൈവത്തിന് സമർപ്പിക്കുന്നുവോ അവനെ മലയാള ഭാഷയിൽ നമുക്ക് സമർപ്പണ മതവിശ്വാസി എന്ന് പറയാം. അപ്പോൾ ഈ സമർപ്പണ മതം എന്ന് പറഞ്ഞാൽ ഇസ്ലാം എന്ന അറബി വാക്കിന്റെ മലയാള പരിഭാഷയാണ് സമർപ്പണ മതം എന്ന് പറഞ്ഞാൽ, സമ്പൂർണ്ണ സമർപ്പണം. എന്നാൽ ഈ സമർപ്പണ മതം എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ കൂട്ടത്തിന് മാത്രമുള്ള മതമല്ല. ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിച്ച് അടുത്ത് കേൾക്കേണ്ടതാണ്. അതായത് ഇസ്ലാം എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ മാത്രം മതമല്ല, പ്രപഞ്ചത്തിന്റെ മതമാണ്. നമുക്കറിയാം സൂര്യൻ ഉണ്ടായിട്ട് എത്ര വർഷമായി? 500 കോടി കൊല്ലമായി സൂര്യൻ ഉണ്ടായിട്ട്. അപ്പോൾ ഈ സൂര്യന്റെ മതം എന്ന് പറഞ്ഞാൽ അത് ദൈവത്തെ അനുസരിക്കുന്നു. അത് ഇതുവരെ സൂര്യൻ കറങ്ങാതെ ഇരുന്നിട്ടില്ല, സൂര്യൻ പ്രകാശം ചെടിയാതെ ഇരുന്നിട്ടില്ല. അപ്പോൾ ആ സൂര്യൻ ഉണ്ടായി 500 കോടി കൊല്ലം മുതലേ സൂര്യൻ ഉണ്ടായിട്ട് അത് ഇതുവരെയും തന്നെ സൂര്യന്റെ കറക്കം നിൽക്കുകയോ സൂര്യൻ പ്രകാശം ചെടിയാതിരുന്നോ ചെയ്തിട്ടില്ല. അപ്പൊ സൂര്യൻ അതിന്റെ കൽപ്പന അതുപോലെ അനുസരിക്കുന്നു. എന്നതുപോലെ ഭൂമിയാകട്ടെ, ഭൂമി അതിന് നിശ്ചിത പ്രമാണത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ ബിഗ് ബാങ് തിയറി ഉണ്ടായതിനു ശേഷം മുതൽ തന്നെ ഈ സൂര്യൻ, ഈ ഭൂമി കറങ്ങുന്നത് പോലെ തന്നെ ചന്ദ്രൻ, അതുപോലെ തന്നെ മറ്റ് നക്ഷത്രങ്ങൾ എല്ലാം തന്നെ അതിന്റെ നിശ്ചിത പ്രമാണത്തിൽ ചലിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും ദൈവത്തെ അനുസരിക്കുന്നു എന്ന് വ്യക്തമായി കാണാൻ സാധിക്കും. ഇപ്പോൾ സൂര്യനാവട്ടെ, ഭൂമിയാവട്ടെ, ഇവരൊക്കെ സമർപ്പണ മതവിശ്വാസികൾ, സമർപ്പണ മതക്കാരാണ്. കാരണം അവരാരും ദൈവത്തെ കൽപ്പന ലംഘിക്കുന്നില്ല. ഇനി ഭൂമിയിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ആകാശഭൂമിക്ക് ഇടയിലുള്ള വസ്തുക്കൾ അവ നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു പ്ലാവ് ചക്കയല്ലാതെ മാങ്ങ കായ്ക്കില്ല. കാരണം പ്ലാവിന് ജന്മസിദ്ധമായ ഒരു കഴിവ് കൊടുത്തിരിക്കുന്നത് എന്താണ്? ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കാൻ വേണ്ടി മാത്രമാണ്. പക്ഷേ ഇപ്പോ അതുപോലെ തന്നെ ഒരു മാവ് മാങ്ങയല്ലാതെ മറ്റൊരു ഫലം നമുക്ക് തരികയില്ല. അത് ശരിക്കും ആ ഫലമായ മാങ്ങ തന്നെ തരുള്ളൂ. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ മനുഷ്യനൊഴികെയുള്ള എല്ലാ വസ്തുക്കളും, മനുഷ്യനിലേക്ക് മുമ്പ് വരാം, മനുഷ്യനൊഴികെയുള്ള എല്ലാ പ്രപഞ്ചത്തിലുള്ള അനന്ത വിസ്തീർണമായ പരമാണു മുതൽ ഭീമാകാരമായ പ്രപഞ്ചത്തിലുള്ള എല്ലാ സൃഷ്ടികളും, എല്ലാ വസ്തുക്കളും ദൈവത്തെ അനുസരിക്കുന്നു. അപ്പോൾ ഈ അനുസരണയാണ് നമ്മൾ മലയാള ഭാഷയിൽ സമർപ്പണം എന്ന് പറയാം. ഇംഗ്ലീഷിൽ എന്താ പറയാം? ദ പീപ്പിൾ ദ തിങ് ദോസ് ഹു സബ്മിറ്റ് ദെയർ വിൽ ടു ഓൾമൈറ്റി ഗോഡ്. ഒരു വ്യക്തി പറയുകയാണെങ്കിൽ ദ പേഴ്സൺ ദോസ് ഹു സബ്മിറ്റ് ദെയർ വിൽ ടു ഓൾമൈറ്റി ഗോഡ്. ദൈവത്തിന് സ്വന്തം കർമ്മത്തെ, സ്വന്തം താല്പര്യങ്ങളെ ദൈവത്തിന് സമർപ്പിക്കുന്നവനെയാണ് സമർപ്പണ മതവിശ്വാസി എന്ന് പറയുന്നത്. അപ്പോൾ ആ സമർപ്പണ മതമാണ് പ്രപഞ്ചത്തിന്റെ മതം. അപ്പൊ പ്രപഞ്ചത്തിൽ ആകമാനമുള്ള മതം സമർപ്പണ മതം എന്ന് മാത്രമേ ഉള്ളൂ, അല്ല മറ്റൊരു മതങ്ങളുമില്ല. എന്നാൽ നമുക്ക് ഈ സമയത്ത് ഒരു ആദിവാസിയായ ഒരു മാതാവ് ഒരു കുട്ടിക്ക് ജന്മം നൽകി. ആ കുട്ടിക്ക് ജന്മം നൽകിയപ്പോൾ ആ കുട്ടിയുടെ മതം ഏതാ? ഒരു മതമില്ലെന്ന് നമ്മൾ പറഞ്ഞു വരാം. പക്ഷെ ആ കുട്ടി ഇപ്പോൾ ഉള്ളത് എവിടെയാണ്? കുട്ടി ഉള്ളത് ഭൂമിയിലാണ്. ആ ഭൂമി എവിടെ ഉള്ളത്? പ്രപഞ്ചത്തിലാണ്. പ്രപഞ്ചം എവിടെ ഉള്ളത്? അതായത് ഭൂമി മിൽക്കി വേ ഗാലക്സിയിലാണ്. മിൽക്കി വേ ഗാലക്സിയിലുള്ളത് പ്രപഞ്ചത്തിലാണ്. പ്രപഞ്ചം എവിടെ? ആകാശത്തിലാണ്. അപ്പോൾ കുട്ടിയുള്ളത് പ്രപഞ്ചത്തിലാണ്, ആകാശത്തിലാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു പ്രപഞ്ചത്തിന്റെ മതം എന്ന് പറഞ്ഞാൽ ദൈവത്തിന് സമർപ്പിക്കുന്ന മതമാണ് പ്രപഞ്ചത്തിലെ എല്ലാ സൃഷ്ടികളും, അല്ലാതെ ഒരു സൃഷ്ടികളും ഇല്ല തന്നെ. അപ്പോൾ ഈ പ്രപഞ്ചത്തിലുള്ളതാണല്ലോ ഈ കുട്ടി. അപ്പോൾ വാസ്തവത്തിൽ ഈ കുട്ടിയുടെ മതവും എന്ത് മതമാവണം? സമർപ്പണ മതമാവണം. അപ്പോൾ ജനിച്ച് വീഴുമ്പോൾ ഈ കുട്ടി എന്ന് പറഞ്ഞാൽ സമർപ്പണ മതവിശ്വാസിയാണ്. ആ സമർപ്പണ മതവിശ്വാസിയായി കുട്ടി ജനിച്ച് ഭൂമിയിലേക്ക് പിറന്നു വീഴുന്നു, മറ്റെല്ലാ സൃഷ്ടികളെയും പോലെ. എന്നിട്ട് അറിഞ്ഞും അറിയാതെയോ അവന്റെ മാതാപിതാക്കൾ എന്ത് ചെയ്യുന്നു? ആ കുട്ടിയെ പല മതങ്ങളായി, മനുഷ്യനിർമ്മിതമായ, ഇപ്പം ഹിന്ദു മതമാവട്ടെ മറ്റെല്ലാ മതങ്ങളും മനുഷ്യനിർമ്മിതമായ മതങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുന്നു. അപ്പോൾ അവരുടേതായ അറിഞ്ഞും അറിയാതെയും താല്പര്യങ്ങൾ മൂലം എന്ത് ചെയ്യുന്നു?
പല മതങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുന്നു. പക്ഷെ സത്യമായ മതം, പ്രപഞ്ച മതമായ സമർപ്പണ മതം എന്നൊരൊറ്റ മതം മാത്രമേ ഉള്ളൂ. ആ മതത്തെ നമുക്ക് അറബി ഭാഷയിൽ ഇസ്ലാം എന്ന് വിളിക്കുന്നത് മാത്രമേ ഉള്ളൂ. അതൊരു ഇസ്ലാം എന്ന അറബി പദം മാത്രമാണ്. ആ ഇസ്ലാം എന്നതാകുന്നു പ്രപഞ്ചത്തിന് മതം. സമർപ്പണ മതമാണ് പ്രപഞ്ചത്തിലെ എല്ലാ സൃഷ്ടികളും. അപ്പോൾ ആ സമർപ്പണ മതം വിശ്വാസികളാവാനാണ് എല്ലാ മനുഷ്യരും ദൈവം പറയുന്ന ഒറ്റ കൽപ്പന അത് മാത്രമാണ്. അപ്പോൾ നമുക്കറിയാം, ഒരു കുട്ടി ജനിക്കുവാൻ പ്രത്യേകിച്ച് യാതൊരു മതം ഉണ്ടാവാറില്ല. സാഹചര്യവശാൽ അവന്റെ മാതാപിതാക്കളുടെ മതമായി മാറുകയാണ് ചെയ്തത്. അങ്ങനെ വന്നാണ് നമ്മൾ ഓരോരുത്തരും. ഇപ്പൊ ഞാൻ സംസാരിക്കും, നിങ്ങളും അങ്ങനെ വന്നവരാണ്. അപ്പൊ നമ്മളുള്ളത് പ്രപഞ്ചത്തിലാണെന്നൊരു നമുക്ക് സംശയമില്ലല്ലോ. അപ്പോൾ പ്രപഞ്ചത്തിന്റെ മതം ഏതാ? സമർപ്പണ മതമാണ്. അപ്പോൾ ഇന്ന് ലോകത്തുള്ള മരിച്ചവരും ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവരും ജീവിക്കാൻ പോകുന്നതിനുമായി എല്ലാ വ്യക്തികളും സമർപ്പണമത വിശ്വാസികളാണ്. ആ സമർപ്പണമത വിശ്വാസികളാവാനാണ് ദൈവം നമ്മോട് പറയുന്നത്. അപ്പോൾ ഇസ്ലാമിന്റെ വാക്കിന്റെ അർത്ഥം എനിക്ക് വളരെ ഇഷ്ടമായി. അപ്പൊ ഞാൻ നോക്കിയപ്പോൾ ആദം എന്ന പ്രവാചകൻ ഭൂമിയിൽ വന്നിടം മുതലേ ഇസ്ലാം എന്ന മതം ലോകത്തുണ്ട്. അപ്പോൾ ആദം പഠിപ്പിച്ച മതം ജൂതമതമോ ക്രിസ്തു മതമോ മറ്റൊരു മതങ്ങളോ അല്ല. ആദം പഠിപ്പിച്ച മതം എന്ന് ആദം ജനങ്ങളോട് പറഞ്ഞെന്താ? ജനങ്ങളെ, ഞാൻ ദൈവത്തിന്റെ പ്രവാചകനാണ്. നിങ്ങൾ ഏകന ദൈവത്തെ മാത്രം അനുസരിക്കുക, അവനെ മാത്രം ആരാധിക്കുക. എന്നാൽ നിങ്ങൾക്ക് ശാശ്വതമായ സ്വർഗ്ഗം നിങ്ങൾ ലഭിക്കും. എന്നാൽ നിങ്ങൾ എന്റെ വാക്കുകൾ അനുസരിക്കാതെ നിങ്ങൾ കാലാകാലം നരകത്തിൽ നിങ്ങൾ എറിയപ്പെടുമെന്ന് പ്രവാചകൻ പറഞ്ഞു. അപ്പോൾ അവിടെ നോക്കുകയാണെങ്കിൽ എവിടെയും ആദം എന്ന പ്രവാചകൻ പറഞ്ഞത് ദൈവത്തിനോട് കീഴ്പ്പെടുക എന്ന് മാത്രമാണ്. അതുപോലെ തന്നെ മോശ പ്രവാചകൻ വന്നു. മോശ പ്രവാചകൻ ജൂതമതം പഠിപ്പിച്ചിട്ടില്ല. മോശ പ്രവാചകൻ പറഞ്ഞ എന്താണ്? നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവ്, അവനെ ആരാധിക്കാൻ മാത്രമാണ് മോശ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ ബൈബിള് പഴയ നിയമം നോക്കുകയാണെങ്കിൽ ജൂതമതം എന്നൊരു മതം കാണാൻ സാധിക്കുകയില്ല. അതുപോലെ തന്നെ പുതിയ നിയമം നോക്കുകയാണെങ്കിൽ യേശു ക്രിസ്തു സുവിശേഷം, അതായത് മർക്കോസ് സുവിശേഷം 1:14 പറയുന്നത് യേശു ഗലീലയിൽ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് വന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ യേശു ഒരിക്കലും എന്ത് ചെയ്തിട്ടില്ല? യേശു ഒരിക്കലും ക്രിസ്തു മതം എന്നൊരു മതം യേശു ക്രിസ്തു പഠിപ്പിച്ചിട്ടില്ല. ബൈബിളിൽ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ നോക്കിയാലും യേശു ക്രിസ്തു മതം എന്നൊരു മതം കാണിച്ചിട്ടില്ല. അത് പിൽക്കാലത്ത് പൗലോസും ബർണബാസും കൂടെയാണ് ഈ ക്രിസ്തു മതം എന്നൊരു മതം തന്നെ ലോകത്തേക്ക് പ്രചരിപ്പിച്ചത്. അത് വേറെ വിഷയം. അപ്പോൾ ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത് യേശു ക്രിസ്തു, മഹാനായ യേശു ക്രിസ്തു പറഞ്ഞ എന്താണ്? മാർക്കോസ് സുവിശേഷം 12 മുതൽ 15 അതിൽ പറയുന്നുണ്ട്, സ്നാപക യോഹന്നാൻ ബന്ധനസ്ഥനായ ശേഷം യേശു ഗലീലയിൽ വന്നു. അപ്പോൾ യേശു പറഞ്ഞു, കാലം തികഞ്ഞിരിക്കുന്നു, ജനങ്ങളെ വിശ്വസിക്കുക. കാലം തികഞ്ഞിരിക്കുന്നു, നിങ്ങൾ സമാധാനമാവുക, സമാധാനം പൂർണ്ണം നിങ്ങൾ ജീവിക്കുക, സുവിശേഷത്തിൽ വിശ്വസിക്കാൻ യേശു പറയുന്നു. അപ്പോൾ യേശുവിന്റെ അധ്യാപനങ്ങൾ പോലും ക്രിസ്തു ഒരു മതത്തെ പഠിപ്പിക്കുക എന്നതല്ല. അപ്പോൾ സുവിശേഷം യേശു അവരുടെ സുവിശേഷങ്ങൾ വിശ്വസിക്കുക, ഏകന ദൈവത്തെ ആരാധിക്കുന്ന യേശു വ്യക്തമായിട്ട് പറയും. അപ്പോൾ ഇസ്ലാമിനെ കുറിച്ച് ഞാൻ കണ്ടപ്പോൾ, അപ്പോൾ കേവലം ഇസ്ലാം എന്ന് പറയുമ്പോൾ ഒരു പേര് മാറക്കമോ, ഒരു സർട്ടിഫിക്കറ്റിൽ നമുക്കൊരു നെയിമോ, പിന്നെ നമുക്ക് റിലീജിയൻ മാർഗമോ, ഒരു ബർത്ത് സർട്ടിഫിക്കറ്റിൽ ഒരു ചേഞ്ചോ ഒന്നുമല്ല. ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഏത് വ്യക്തിയോ ആവട്ടെ, ഏത് മതക്കാരനോ ആവട്ടെ, മതമുള്ളവനും മതമില്ലാത്തവനും ആകട്ടെ, അവൻ ഇന്നു മുതൽ ഏകനായ ദൈവത്തെ മാത്രം ആരാധിക്കുകയും അതുപോലെ തന്നെ അവൻ അയക്കപ്പെട്ട അന്ത്യദൂതനിൽ വിശ്വസിക്കുകയും ചെയ്യുക എന്നതാകുന്നു ഒരു വ്യക്തിയെ പരിപൂർണമായി പ്രപഞ്ചമത വിശ്വാസിയാകുന്നത്. മനുഷ്യനുള്ള പ്രപഞ്ചത്തിലായതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും പ്രപഞ്ചമതത്തിന്റെ വിശ്വാസികളാവണം എന്നത് നമ്മുടെ ബാധ്യതയാണ്. കുറച്ച് എളുപ്പത്തിൽ പറഞ്ഞാൽ, ഒരു സ്കൂളുണ്ടെന്ന് കരുതുക. ഒരു സ്കൂളുണ്ടെങ്കിൽ ആ സ്കൂളിൽ ഒറ്റ മതമേ ഉണ്ടാവുള്ളൂ. എല്ലാവരും പ്രിൻസിപ്പളിനെ ബഹുമാനിക്കണം, പ്രിൻസിപ്പളിനെ എന്ത് ചെയ്യണം? അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ കേൾക്കണം. അത് കുട്ടികൾക്ക് മാത്രമല്ല, ആ സ്കൂളിലുള്ള ടീച്ചിങ് സ്റ്റാഫ്സും നോൺ ടീച്ചിങ് സ്റ്റാഫ്സും എല്ലാവരും എന്ത് ചെയ്യണം? ആ പ്രിൻസിപ്പളിനെ ബഹുമാനിക്കണം. പ്രിൻസിപ്പളാണ് അതിന്റെ പവർ. അപ്പൊ സ്കൂളിൽ ഒറ്റ മതം, നമ്മൾ പ്ലഡ്ജ് ഒക്കെ എടുക്കുന്ന സ്കൂളിൽ പോകുമ്പോൾ വി ആർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ് പ്ലഡ്ജ് എടുത്തിട്ട് ഒറ്റ മതക്കാരാണ് സ്കൂളിലെ എല്ലാവരും. പക്ഷെ പിൽക്കാലത്ത് എന്ത് ചെയ്യും? ക്ലാസ് കട്ട് ചെയ്യുന്ന ഒരു വിഭാഗം, അതുപോലെ തന്നെ വിശ്വസിക്കാത്ത കുറച്ച് വിഭാഗം, ക്ലാസ്സിൽ ഉറങ്ങുന്ന കുറച്ച് വിഭാഗം, ഇങ്ങനെ പല വിഭാഗക്കാരായിട്ട് എന്ത് ചെയ്യും? മാറിപ്പോകും. പക്ഷേ സ്കൂളിലുള്ള മതം എന്താ? ഒറ്റ മതവിശ്വാസമേ ഉള്ളൂ. ആ മതം പ്രിൻസിപ്പളിന് സമർപ്പണ മതം, അഥവാ പ്രിൻസിപ്പളിനെ അനുസരിക്കുന്ന മതം മാത്രമാണ്. അതുപോലെ നമ്മൾ നോക്കി, ഈ ഭൂമിയാകുന്ന ഈ വലിയ ഈ പ്രപഞ്ചത്തിൽ ഒറ്റ മതമേ ഉള്ളൂ. ആ മതം ദൈവത്തിന് കീഴ്വണങ്ങുക, ദൈവത്തിനെ അനുസരിക്കുക എന്നത് മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടത്. ആ ചെയ്യുന്നതിനാണ് അറബി ഭാഷയിൽ ഇസ്ലാം എന്ന് വിളിക്കപ്പെടുന്നത്. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയ സത്യം അതുപോലെ ഞാൻ നിങ്ങൾ പറഞ്ഞിരുന്നു, പക്ഷെ ഞാൻ പറഞ്ഞ അതുപോലെ വിശ്വസിക്കാൻ ഞാൻ നിങ്ങളോട് ഒരിക്കലും പറയില്ല. പക്ഷെ നമ്മൾ ഈ പറഞ്ഞ കാര്യം ഇത് സത്യമാണ് എന്ന് നമ്മളെ കയ്യിൽ പത്തുള്ള ഗ്രന്ഥങ്ങൾ ബോധ്യമാണ്. അതുപോലെ തന്നെ ഹിന്ദുമതത്തിൽ പ്രവചനങ്ങൾ ധാരാളമുണ്ട്. അഥവാ ഹിന്ദുമതത്തിൽ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രവാചക സങ്കല്പങ്ങൾ വളരെ കുറവാണ്. പ്രവാചക സങ്കല്പങ്ങൾ, അവതാര സങ്കല്പങ്ങളുണ്ട്.
വിഷ്ണുവിന്റെ 10 അവതാരങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം, വാമനൻ, പരശുരാമൻ, ശ്രീരാമൻ, ശ്രീകൃഷ്ണൻ, ശ്രീബുധൻ, കൽക്കി എന്ന 10 ദശാവതാരങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ 10 അവതാരങ്ങൾ ഏകദേശം 9 അവതാരങ്ങൾ, അതായത് ഏഴാമത്തെ അവതാരമാണ് ശ്രീരാമൻ, 8ാമത്തെ ശ്രീകൃഷ്ണൻ, 9 ശ്രീബുധൻ എന്നൊക്കെ പറയപ്പെടുന്നു. എന്നാൽ അവസാന അവതാരമാണ് കൽക്കി അവതാരം. ഈ കൽക്കി അവതാരത്തെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ വ്യക്തമായി കൃത്യമായി കാണാൻ സാധിക്കും ഈ കൽക്കി അവതാരം എന്നതിന് മുഹമ്മദ് നബിയെ വിരൽ ചൂണ്ടുന്നു. അത് അവതാരം എന്നാൽ അവതൃ എന്ന സംസ്കൃത പദം ഉദ്ദേശിച്ച് താഴേക്ക് ഇറങ്ങി വരുന്നതെന്ന് മാത്രമാണ്. അപ്പോൾ താഴേക്ക് ഇറങ്ങി വരുന്നതിനാൽ ഹിന്ദു വിശ്വാസപ്രകാരം ദൈവം, സർവശക്തനായ ദൈവം ഭൂമിയിൽ ശരീരം അവതാരം എടുത്തുകൊണ്ട് ഭൂമിയിലേക്ക് വരുമെന്ന വിശ്വാസമാണ്. ശരിക്കും അതൊരു അന്ധവിശ്വാസമാണ്, അങ്ങനെ ഒരിക്കലും പറയുന്നില്ല. സ്വാമി ദയാനന്ദ സരസ്വതി അദ്ദേഹം പറയുന്നത് ദൈവത്തിന് അവതാരമില്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. ദൈവത്തിന് മനുഷ്യരൂപം എടുക്കാൻ കഴിയുന്നത് വ്യക്തമാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ കൽക്കി വെച്ച് നോക്കുകയാണെങ്കിൽ കൽക്കി പുരാണം 2ാമത്തെ അധ്യായം 4ാമത്തെ പദത്തിൽ പറയുന്നുണ്ട് ഇദ്ദേഹം വിഷ്ണുയാശിന്റെ പദത്തിൽ ജനിക്കുക. അതുപോലെ കൽക്കി പുരാണം 2ാമത്തെ അധ്യായം 7ാമത്തെ പദത്തിൽ പറയുന്നുണ്ട് മാലാഖമാർ ഇദ്ദേഹത്തെ യുദ്ധക്കളത്തിൽ ശത്രുക്കളെ പരാജയപ്പെടുത്താൻ വേണ്ടി സഹായിക്കും. കൽക്കി പുരാണം 2ാമത്തെ അധ്യായം 5ാമത്തെ പദത്തിൽ പറയുന്നുണ്ട് ഇദ്ദേഹത്തിന് മതം പ്രചരിപ്പാനായി 4 അനുയായികൾ ഉണ്ടാവും. കൽക്കി പുരാണം 2ാമത്തെ അധ്യായം 11ാമത്തെ പദത്തിൽ പറയുന്നുണ്ട് വിഷ്ണുയാശിന്റെ ഭവനത്തിൽ സുമതിയുടെ ഗർഭത്തിൽ ഇദ്ദേഹം ജന്മമെടുക്കുക. കൽക്കി പുരാണം 2ാമത്തെ അധ്യായം 15ാമത്തെ പദത്തിൽ പറയുന്നുണ്ട് മാധവ മാസം ആദ്യ പകുതി 12ാം തീയതി ജനിക്കുക. ഇതാണ് ഹിന്ദു മതത്തിലെ പ്രവചനങ്ങൾ. അപ്പൊ കൽക്കി പുരാണം 2ാമത്തെ അധ്യായം 4 നോക്കുകയാണെങ്കിൽ വിഷ്ണുയാശിന്റെ ഭവനത്തിൽ ജനിക്കുന്നത്. വിഷ്ണുയാശ് എന്ന് പറഞ്ഞാൽ വിഷ്ണു എന്നാൽ പരിപാലനം, സർവശക്തനായ ദൈവത്തെ കുറിച്ച് പറയുന്നു. യാഷ് എന്ന് പറഞ്ഞാൽ വിഷ്ണുവിന്റെ അടിമ, വിഷ്ണുയാഷ്. അപ്പോൾ ദൈവത്തിന്റെ അടിമ എന്നാൽ അബ്ദുള്ള എന്ന പേര് വരും. അബ്ദുള്ള എന്ന ദൈവത്തിന്റെ ദാസ് എന്നാണ് അർത്ഥമുള്ളത്. ആ ദൈവത്തിന് മുഹമ്മദ് നബിയുടെ അച്ഛന്റെ പേര് അബ്ദുള്ള തന്നെയാകുന്നു. അതുപോലെ തന്നെ മതം പ്രചരിപ്പാനായി 4 അനുയായികൾ ഉണ്ടാവും. അതാണ് നമ്മൾ നോക്കുകയാണെങ്കിൽ അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി റളിയല്ലാഹു അൻഹു. ഈ 4 പേര് മതം പ്രചരിപ്പാൻ ഇദ്ദേഹത്തിന്റെ കൂടെ സഹായിയായി ഉണ്ടായിരുന്നു. അത് തന്നെ ഹിന്ദു മതത്തിൽ പ്രവചനങ്ങളുണ്ട്. അതുപോലെ തന്നെ കൽക്കി പുരാണം 2ാമത്തെ അധ്യായം 11ാമത്തെ പദത്തിൽ പറയുന്നുണ്ട് വിഷ്ണുയാശിന്റെ ഭവനത്തിൽ സുമതിയുടെ ഗർഭത്തിൽ ഇദ്ദേഹം ജന്മമെടുക്കും. വിഷ്ണുയാശ് എന്നാൽ അബ്ദുള്ള എന്നർത്ഥം വരും. സുമതി എന്നാൽ ശാന്തി എന്ന പ്രശാന്തിയുള്ള എന്നർത്ഥം വരുന്നത്. അപ്പോൾ ശരിക്കും ആമിന എന്നാണ് മുഹമ്മദ് നബിയുടെ അമ്മയുടെ പേര്. ആ ആമിന എന്ന് തന്നെയാകുന്നു ഈ വിഷ്ണുയാശ് എന്ന വ്യക്തിയുടെ പേര്. വിഷ്ണുയാശ് എന്ന പിതാവിൽ നിന്നും ആമിന എന്ന മാതാവിൽ നിന്നും ജനിച്ച വ്യക്തിയാകുന്നു ഈ കൽക്കി എന്ന് വിളിക്കപ്പെടുന്നു. അപ്പോൾ ഈ ആമിന എന്ന് പറഞ്ഞാൽ സുമതി എന്ന് വിളിക്കപ്പെടുന്ന ഹിന്ദു മതത്തിൽ വിളിക്കപ്പെടുന്ന സ്ത്രീ തന്നെയാകുന്നു ആമിന. പ്രശാന്തി ശാന്തി എന്ന വിശ്വാസമാണ് എന്ന അർത്ഥമാണ് ഇതിൽ വരുന്നുള്ളത്. അതുപോലെ തന്നെ കൽക്കി പുരാണം 2:15 പറയുന്നുണ്ട് മാധവ മാസം ആദ്യ പകുതി 12 അദ്ദേഹം ജന്മമെടുക്കും. നോക്കുകയാണെങ്കിൽ അറബി കലണ്ടർ നോക്കുകയാണെങ്കിൽ റബ്ബി അവൽ 12ാം തീയതി മുഹമ്മദ് നബി ജനിച്ചു ദിവസമാണ്. അപ്പോൾ നിരവധി പ്രവചനം ധാരാളമുണ്ട്. അതുപോലെ പ്രധാനപ്പെട്ട പ്രവചനമാണ് ഭവിഷ്യപുരാണം. ഭവിഷ്യപുരാണം നോക്കുകയാണെങ്കിൽ അത് ഹിന്ദുമത പ്രകാരം 18 പുരാണങ്ങളുടെ പ്രധാനപ്പെട്ട പുരാണമാണ് ഭവിഷ്യപുരാണം. ഈ ഭവിഷ്യപുരാണത്തിൽ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ഭവിഷ്യപുരാണം 4-7 അധ്യായങ്ങളിൽ പറയുന്നുണ്ട് ഭൂമിയിൽ ദൈവം ആദ്യമായി സൃഷ്ടിക്കേണ്ട വ്യക്തിയാകുന്നു ആദമ എന്ന് കൊടുക്കുക. അതിൽ ആദമാണ് സംസ്കൃതത്തിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ആദംക്ക് കൊടുത്ത ഇണയാകുന്നു ഹിവ്യപതി, അതാണ് ഹൗവ എന്ന് പറയുന്നത്. ഇവരെ സർവശക്തനായ ദൈവം എന്ത് ചെയ്തു? പർദാൻ എന്ന പ്രദേശത്ത് ദൈവം പാർപ്പിച്ചു. എന്നിട്ട് ദൈവം പറഞ്ഞു നിങ്ങൾ ഈ പാപവൃക്ഷത്തിന്റെ ഫലം നിങ്ങൾ ഭക്ഷിക്കരുത്, അങ്ങനെ ഭക്ഷിച്ചാൽ നിങ്ങൾ നിശ്ചയികളായി തീരുമെന്ന് ദൈവം പറഞ്ഞു. പക്ഷെ എന്തുകൊണ്ട് എന്നാൽ ആദം എന്ന വ്യക്തി തെറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കി രംഗം നമുക്ക് ഭവിഷ്യപുരാണം കാണാൻ സാധിക്കും. അതുപോലെ ഭവിഷ്യപുരാണം 19ാമത്തെ ചതുർയുഗ ഖണ്ഡം 19ാമത്തെ അധ്യായം 17-32 പറയുന്നത് വായിച്ചാൽ കാണാം യേശുക്രിസ്തുവിന്റെ പ്രവചനം കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ ഭവിഷ്യപുരാണം പ്രസംഗ പർവ്വം 3 ഖണ്ഡം 3 അധ്യായം 3 ശ്ലോകം 5 മുതൽ 7 വരെ പറയുന്നുണ്ട്. ഇപ്പൊ സംസ്കൃത ഉദ്ധരണി ഇതാകുന്നു ഏതസ്മിന്നന്തരെ മ്ലേച്ഛ ആചാര്യന് സമന്വിത മഹാമത ഇതി ഖ്യാത ശിഷ്യശാഖ സമന്വിതം. ലോകം അവസാനമാകുമ്പോൾ വിദേശ രാജാൻ ലോകത്തെ കടന്നു വരും. അദ്ദേഹത്തിന്റെ പേര് മഹാമത എന്നായിരിക്കും. അദ്ദേഹം ലോകത്തിന്റെ നേതാവായിരിക്കും. അതിൽ മഹാമത എന്ന് പറഞ്ഞാൽ ശരിക്കും അത് സംസ്കൃത വാക്ക് ഒരു പേര് മാത്രമാണ്. ആ മഹാമത എന്ന് പറഞ്ഞാൽ തന്നെ ആകുന്നു ഈ പറഞ്ഞ മുഹമ്മദ് നബിയെ കുറിച്ച് തന്നെയാകുന്നു. അതുപോലെ തന്നെ ഭവിഷ്യപുരാണം പ്രസംഗ പർവ്വം 3 ഖണ്ഡം 3 അധ്യായം 3 ശ്ലോകം 10-27 പറയുന്നുണ്ട്. അതിൽ ദൈവം തമ്പുരാൻ എന്ത് ചെയ്യുക? ജനങ്ങളോട് അരുളി ചെയ്യുകയാണ്. അതായത് ആര് ധർമ്മം സത്യവിശ്വാസം ലോകത്ത് ഇല്ലാതെയാകുമ്പോൾ ലോകം അന്ധകാരത്തിലായിരിക്കും. അതാണ് കലിയുഗം എന്നതിൽ ഡാർക്ക് ചെയ്തത് അന്ധകാരത്തിലാണ്. ലോകം അന്ധകാരത്തിലായിരിക്കും. അന്ന് എവിടെയും സത്യവിശ്വാസം ഉണ്ടാവുകയില്ല. നാം മഹാമത എന്ന് പറയുന്ന മനുഷ്യനെ നിങ്ങളിലേക്ക് അയക്കും. അവൻ ജനങ്ങളെ സന്മാർഗം നയിക്കുക ചെയ്യും. ഹോ രാജാ ഭോജ്, അങ്ങ് വിശാല പ്രദേശത്തേക്ക് പോകേണ്ട കാര്യമില്ല. അങ്ങേ നമ്മുടെ ദയാവാൽപ്പാൽ ഇവിടെ വെച്ച് പരിശോധനാക്കുന്നതാകുന്നു. തൊട്ടടുത്ത പദം പറയുന്നു ഭോജരാജാവിന് മുമ്പിൽ മനുഷ്യരോധിൽ പ്രത്യക്ഷമായ മാലാകാണ് ഈ കാര്യം പറഞ്ഞത്.
എന്ന് പറയുന്നുണ്ട്, ഓ രാജാവേ, എന്നെ ഈശ്വരനാവും നിങ്ങളിലേക്ക് അയച്ചത്. ലോകത്ത് ആര് തരുന്ന സത്യവിശ്വാസം അത് ജയിക്കുക തന്നെ ചെയ്യും. എന്റെ അനുയായികൾ ചേർന്ന് ചെയ്യുന്നവരായിരിക്കും. അവർ തലയിൽ കുടുമ ഉണ്ടാവുകയില്ല. അവർ പന്നികളുടെ മാംസം ഭക്ഷിക്കും. അവർ താടി വെക്കും. അവർ വിപ്ലവം സൃഷ്ടിക്കും. അവർ പ്രാർത്ഥനയ്ക്കായി ഞങ്ങൾ വിളിക്കും. അവരെ മുസൽമാൻ വിളിക്കപ്പെടും. ഇതാവുന്നു ഭവിഷ്യ പുരാണയിലെ പ്രവചനങ്ങൾ വെച്ച് വ്യക്തമായിട്ട് പറയുന്നു. ശ്രീ രവിശങ്കർ ഇസ്ലാം ആൻഡ് ഹിന്ദുയിസം എന്ന കോമൺ ത്രെഡ് എന്ന ബുക്കിൽ ഇടുന്നത്. അപ്പോൾ അതിനകത്ത് 26ാമത്തെ പേരിൽ അദ്ദേഹം പറയുന്നുണ്ട്, ദ പ്രൊഫറ്റ് മുഹമ്മദ് ഈസ് ദ ലാസ്റ്റ് ആൻഡ് ഫൈനൽ മെസ്സഞ്ചർ ഓഫ് ദ വേൾഡ്. അതായത് ലോകത്തെ അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബിയാണെന്ന് വ്യക്തമായി കൃത്യമാണെന്ന് ശ്രീ രവിശങ്കർ ഇസ്ലാം ആൻഡ് ദ കോമൺ ത്രെഡ് എന്ന പുസ്തകത്തിൽ 26ാമത്തെ പേജിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പണ്ഡിറ്റ് വേദ് പ്രകാശ് എന്ന് പറഞ്ഞൊരു വ്യക്തി ഉണ്ടായിരുന്നു, അലഹബാദ് യൂണിവേഴ്സിറ്റി പ്രൊഫസറായിരുന്നു. അദ്ദേഹം ഇതിൽ ബുക്കുണ്ട്, കൽക്കി ഹൂ ഇസ് എ കൽക്കി അവതാർ എന്ന പുസ്തകം. അതിൽ അദ്ദേഹം വ്യക്തമായി, അദ്ദേഹം ഹിന്ദു സ്കോളറാണ്, അദ്ദേഹം വ്യക്തമായിട്ട് പറയുന്നു പ്രൊഫറ്റ് മുഹമ്മദ് ഈസ് ദ ലാസ്റ്റ് ആൻഡ് ഫൈനൽ മെസ്സഞ്ചർ എന്ന്. അപ്പോൾ ഹിന്ദു പണ്ഡിതന്മാർ തന്നെ പറയുന്നു മുഹമ്മദ് നബി അന്ത്യപ്രവാചകനാകുന്നു എന്നെല്ലാം കൊണ്ട്. അപ്പോൾ ഇതും കൂടെ സാക്ഷ്യപ്പെടുത്തിയിട്ട് എനിക്ക് ബോധ്യമായി, ശരിക്കും ലോകത്തിലേക്ക് വരാൻ ഹിന്ദു മതത്തിൽ വേദവ്യാസം വഴി ചിട്ടപ്പെട്ട് വരുത്തിയ പഴയ ഏകദേശം 4,000 വർഷം പഴക്കമുള്ള ആ വേദഗ്രന്ഥങ്ങൾ പറയുന്ന പ്രവചിക്കപ്പെട്ട പ്രവാചകൻ മുഹമ്മദ് നബി തന്നെയാണ്. അതുപോലെ നോക്കുകയാണെങ്കിൽ ബൈബിൾ നോക്കുകയാണെങ്കിലും യോഹന്നാൻ സുവിശേഷം 16ാമത്തെ 7ാമത്തെ യേശു ശിഷ്യമായിട്ട് പറഞ്ഞിട്ട് പോവുകയാണ്. യേശുവിന്റെ ശിഷ്യന്മാർക്ക് യേശു പറയുന്നു, ഞാൻ പോകുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. ഞാൻ പോയാൽ മാത്രമേ അവൻ നിങ്ങളിലേക്ക് വരികയുള്ളൂ. ഞാൻ പോയാൽ അവനെ നിങ്ങളെ പറഞ്ഞയക്കും. അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധ്യം വരുത്തും എന്ന് യേശു ക്രിസ്തു പറയുന്നു. യേശു പറയുന്നത്, ഞാൻ പോകുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. ഞാൻ പോയാൽ മാത്രമേ അവൻ നിങ്ങളിലേക്ക് വരികയുള്ളൂ. ഞാൻ പോയാൽ അവനെ നിങ്ങളിലേക്ക് പറഞ്ഞയക്കും. അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധികളെക്കുറിച്ചും ലോകത്തിന് ബോധ്യം വരുത്തും. തുടർച്ചയായിട്ട് യേശു പറയുന്നുണ്ട്. യോഹന്നാൻ സുവിശേഷം 16ാമത്തെ അധ്യായം 12-14 യേശു പറയുന്നുണ്ട്, എനിക്കിനിയും ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ടെന്ന് നിങ്ങൾ ഇപ്പോൾ വഹിക്കാൻ കഴിവില്ല. സത്യത്തിന്റെ ആത്മാവായി അവൻ വരുമ്പോൾ നിങ്ങളെ എല്ലാ സത്യത്തിലേക്കും വഴി നിർത്തും. അവൻ സ്വമേധയെ സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കും. അവൻ വരാനുള്ള കാര്യം അറിയിച്ചു തരും എന്ന് യേശു ക്രിസ്തു വ്യക്തമായി കൃത്യമായി പറയുന്നു. അപ്പോൾ യേശു ക്രിസ്തു പോയാൽ മാത്രമേ അവൻ വരികയുള്ളൂ. ശരിയാണ്, യേശു ക്രിസ്തു ശേഷം 500 വർഷക്കാലം പ്രവാചകന്മാരെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ യേശു പോയാൽ മാത്രമേ അവൻ വരികയുള്ളൂ. അവൻ വന്ന് എന്ത് ചെയ്യും? ജനങ്ങളെ നേർമാർഗ്ഗത്തിൽ നയിക്കും. അവൻ സ്വമേധ സംസാരിക്കുക, താൻ കേൾക്കുന്നത് സംസാരിക്കും. അപ്പോൾ ശരിക്കും എന്ന് പറഞ്ഞാൽ എന്താ? യേശു ക്രിസ്തു എന്ന പ്രവാചകൻ പ്രവചിച്ച പ്രവാചകൻ മുഹമ്മദ് നബി തന്നെ. അപ്പോൾ ഈ പറഞ്ഞ വേദഗ്രന്ഥങ്ങളെല്ലാം അടിസ്ഥാനത്തിൽ എനിക്ക് ബോധ്യമായത് ശരിക്കും സത്യമായിട്ടുള്ളത് അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബിയാണ്. അദ്ദേഹം ലോകത്തിലെ പ്രവാചകനാണ്. കേവലം ഒരു അറേബ്യ എന്ന് പറഞ്ഞ് അറേബ്യ ഗോത്രത്തിലെ നേതാവോ പ്രവാചകന് മാത്രമല്ല, അദ്ദേഹം മുമ്പുള്ള പ്രവാചകന്മാർ എല്ലാം അതത് ഗോത്രങ്ങൾക്ക് മാത്രമാകുന്നു. പിന്നീട് നമ്മൾ ഓരോ മതവിശ്വാസിനും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഇപ്പൊ ഉദാഹരണം ഹിന്ദു മതപ്രകാരം കൃഷ്ണൻ പ്രവാചകനാണെങ്കിൽ, ശ്രീരാമൻ പ്രവാചകനാണെങ്കിൽ, ഇപ്പൊ ശ്രീരാമൻ ഇപ്പം നമ്മളൊരു ഇത് പറയണ സപ്പോസ് ആവാം എന്നാണ്, എന്നാൽ ഖുർആനിലെ പേരെടുത്ത് പറയുന്നില്ല, അപ്പൊ വ്യക്തമായ തെളിവുകളുമില്ല. ഒരു പക്ഷെ ആണെങ്കിൽ ഇപ്പം ഖുർആനിനകത്ത് ദൈവം പറയുന്നുണ്ട്, അതായത് ഒരൊറ്റ സമുദായം പോലും ഒരു ദൂതം കഴിഞ്ഞു പോകാത്തതില്ല. സൂറത്ത് ഫാത്തിറിൽ പറയുന്ന ഒരൊറ്റ സമുദായം പോലും ഒരു പ്രവാചകന്മാർ കഴിഞ്ഞു പോകാത്തതില്ല. അപ്പോൾ ഇന്ത്യയിൽ ജനവാസം തുടങ്ങിയിട്ട് വർഷങ്ങളേറെയായി. അപ്പോൾ മുഹമ്മദ് നബിക്ക് മുമ്പും ഇന്ത്യയിൽ ജനവാസം അപ്പോൾ പ്രവാചകന്മാർ വന്നു പോകുമെന്ന് ഉറച്ച വിശ്വാസം ഉണ്ട് നമുക്ക്. അപ്പോൾ പ്രവാചകന്മാർ വന്നിട്ടില്ലെന്നാണ് വന്നിട്ടുണ്ടാവാം. അപ്പോൾ ഒരു പക്ഷേ ശ്രീരാമൻ പ്രവാചകനാണെങ്കിൽ, ശ്രീരാമൻ ജനങ്ങളെ ദൈവത്തിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, അപ്പോൾ ശ്രീരാമൻ ശ്രീകൃഷ്ണൻ വന്നു കരുതുക. അപ്പോൾ ശ്രീരാമൻ പഠിപ്പിച്ച ഗ്രന്ഥങ്ങളും അദ്ദേഹത്തിന്റെ അധ്യാപനങ്ങളും അദ്ദേഹം പഠിപ്പിച്ച ഗ്രന്ഥങ്ങളും അവിടെ കഴിഞ്ഞ് ശ്രീകൃഷ്ണൻ അടുത്ത പ്രവാചകനെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ജനങ്ങൾ കൃഷ്ണനാണ് വിശ്വസിക്കേണ്ടത്. അപ്പോൾ കൃഷ്ണന് ശേഷം അടുത്ത പ്രവാചകൻ വന്നാൽ കൃഷ്ണന്റെ അധ്യാപനങ്ങളും കൃഷ്ണൻ പഠിപ്പിച്ച ഗ്രന്ഥങ്ങളും മാറി അടുത്ത പ്രവാചകനാണ് വിശ്വസിക്കേണ്ടത്. അപ്പൊ അതുപോലെ തന്നെ ഇപ്പൊ ഇസ്രായേൽ നോക്കുകയാണെങ്കിൽ മോസസ് ഇപ്പൊ നോഹേന പ്രവാചകൻ വന്നു. ഇപ്പൊ നോഹ ജനങ്ങളെ ദൈവത്തിലേക്ക് ക്ഷണിച്ചു. പക്ഷേ ജനങ്ങളിലേക്ക് മോശ വന്നിട്ട് സ്വമേധ ജനതകൾക്ക് വേണ്ടി നോഹ വന്ന പ്രവാചകൻ വന്നു. അപ്പോൾ നോഹയ്ക്ക് ശേഷം ആര് വന്നു? നോഹയ്ക്ക് ശേഷം ഈ പറഞ്ഞ മോസസ് വന്നു. അപ്പോൾ ജനങ്ങൾ പിന്നെയും നോഹ എന്ന പ്രവാചകനല്ല വിശ്വസിക്കേണ്ടത്, മോസസ് എന്ന പ്രവാചകനിലാണ്. അപ്പൊ മോശയ്ക്ക് ശേഷം ഇപ്പോൾ അതുപോലെ തന്നെ ജെറമ്യ വന്നു. അതുപോലെ ധാരാളം പ്രവാചകന്മാർ വന്നു, ദാവീദ് വന്നു. അപ്പോൾ ഒരുപാട് പ്രവാചകന്മാർ വരുമ്പോൾ മോശയല്ല അവർ വിശ്വസിച്ചത്, അപ്പൊ ദാവീദിനാണ് അവർ വിശ്വസിക്കേണ്ടത്. അപ്പോൾ ഓരോ കാലഘട്ടത്തും ഓരോ പ്രവാചകന്മാർ അതത് ജനതകൾക്ക് വേണ്ടി മാത്രമായിരുന്നു. യേശുക്രിസ്തു പറയുന്നുണ്ട്, മത്തായിയുടെ സുവിശേഷം 10:5-6 പറയുന്നുണ്ട്, യേശുക്രിസ്തു ശിഷ്യന്മാരെ പറഞ്ഞു കഴിഞ്ഞ രംഗങ്ങളിൽ കാണാൻ സാധിക്കും. നിങ്ങൾ വിചാരണകൾ പോവാതിരിക്കുക, ശിമരിയാവിന്റെ പട്ടണത്തിൽ കടക്കുകയും ചെയ്യരുത്, നിങ്ങൾ ഇസ്രായേൽ നഷ്ടപ്പെട്ട കുഞ്ഞാടത്തേക്ക് മാത്രം ചെല്ലുക എന്ന് യേശു പറയുന്നു. അപ്പോൾ ഇസ്രായേൽ ജനങ്ങൾക്ക് വേണ്ടി അയക്കപ്പെട്ട കുഞ്ഞാടത്തേക്ക് മാത്രം ചെല്ലുക എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിന്റെ അധ്യാപനങ്ങൾ ഇസ്രായേൽ ജനങ്ങൾക്ക് വേണ്ടി മാത്രമാണെന്ന് വ്യക്തമായിട്ട് യേശു പറയുന്നു. അതുപോലെ മത്തായിയുടെ സുവിശേഷം
15-ാമത്തെ അധ്യായം 24-ാമത്തെ വചനത്തിൽ യേശു ക്രിസ്തു പറയുന്നു, ഒരു കാനാൻകാരിയായ സ്ത്രീ യേശുവിനടുക്കൽ വന്നിട്ട് ചോദിക്കുന്നു, യേശു, എൻ്റെ കുട്ടികൾക്ക് അസുഖം ബാധിച്ചിരിക്കുകയാണ്, അതുകൊണ്ട് എൻ്റെ കുട്ടിയെ നിങ്ങൾ സുഖപ്പെടുത്തിയാലും. അപ്പോൾ യേശു ഒന്നും മിണ്ടുന്നില്ല. ശിഷ്യന്മാർ പറഞ്ഞു, ഗുരു അങ്ങ് എന്തെങ്കിലും പറഞ്ഞാലും. അപ്പോൾ യേശു പറഞ്ഞു, യേശു ഒന്നും മിണ്ടുന്നില്ല. പിന്നെയും ശിഷ്യന്മാർ പറയും, ഗുരു അങ്ങ് എന്തെങ്കിലും പറഞ്ഞാലും. അപ്പോൾ യേശു പറഞ്ഞു, ഇത് കാനാൻകാരിയാണ്, എന്നെ ഇസ്രായേലിലെ കാണാതെ പോയി കുഞ്ഞിനടുത്തേക്ക് മാത്രമാണ് ദൈവം അയച്ചിട്ടുള്ളത് എന്ന് യേശു ക്രിസ്തു അതിനെ പറഞ്ഞു. അതിനർത്ഥം എന്താണ്? അപ്പോൾ യേശുക്രിസ്തുവിന്റെ ഡ്യൂട്ടി, യേശുക്രിസ്തുവിന്റെ ദൗത്യം എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ എന്ന ഗോത്രത്തിൽ, ഇസ്രായേൽ എന്ന സമുദായത്തിന് വേണ്ടി മാത്രമേ യേശുക്രിസ്തുവിന് പ്രബോധന ചെയ്യാനുള്ള അധികാരമുള്ളൂ എന്ന് വ്യക്തമായി പറയുന്നു. അതല്ലെങ്കിൽ കാനാൻകാരി എന്നുള്ള ഇസ്രായേലിന് പുറത്തുള്ള ഒരു സ്ത്രീയാണ്. അപ്പോൾ കാനാൻകാരിക്ക് ഇസ്രായേൽ എന്ന യേശു എന്ന പ്രവാചകൻ അല്ല വിശ്വസിക്കേണ്ടത്. അവർക്ക് അവരുടെ മറ്റു പ്രവാചകന്മാരുണ്ടാവും, അല്ലെങ്കിൽ മറ്റു പ്രവാചകന്മാർ നിലനിൽക്കുന്ന ഏടുകളുണ്ടാവാം. അപ്പോൾ യേശുക്രിസ്തു എന്ന പ്രവാചകൻ ഇസ്രായേലിന് വേണ്ടി മാത്രമാണ്. പക്ഷെ എന്നാൽ മുഹമ്മദ് നബി എന്ന പ്രവാചകൻ വന്നിട്ട് പറഞ്ഞത്, ജനങ്ങളെ, എനിക്ക് മുമ്പുള്ള പ്രവാചകന്മാർ എന്നെ പോലെയല്ല. കാരണം ഞാൻ അവരെ പോലെ സാധാരണ മനുഷ്യനാണെങ്കിൽ പോലും ഞാനെന്ന പ്രവാചകൻ ലോകം അവസാനം വരെയുള്ള സർവ്വ മനുഷ്യർക്കും വേണ്ടി പ്രവാചകനാകുന്നു. അതുകൊണ്ട് നിങ്ങൾ എന്നിൽ വിശ്വസിക്കുക. എനിക്കിഷ്ടം മറ്റൊരു പ്രവാചകൻ ലോകത്ത് വരാനില്ല തന്നെ. അപ്പോൾ അതുകൊണ്ട് എല്ലാ മനുഷ്യരും ഇപ്പോൾ പ്രവാചകൻ അവസാനം വിടവാങ്ങൽ പ്രസംഗത്തിൽ പ്രവാചകൻ പറഞ്ഞു, അതായത് ഇവിടെ ഹാജരായവർ, ഞാൻ നിങ്ങളെ മതം പൂർത്തിയായി തന്നിരിക്കുന്നു, ഇവിടെ ഹാജരായവർ ഹാജരാകാത്തവർക്ക് എത്തിച്ചു കൊടുക്കുക, ഇതാകുന്നു ലോകത്തെ സത്യം, നിങ്ങൾ എത്തിച്ചു കൊടുക്കുക എന്ന് മുഹമ്മദ് നബി പറഞ്ഞിട്ട് പോയി. അപ്പോൾ ഈ ഹാജരായവർക്ക് ആകാത്തവർക്ക് എത്തിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ ലോകത്തിലേക്കുള്ള അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബിയാണ്. പിന്നെ പ്രവാചകൻ വിശ്വസിക്കേണ്ട ആവശ്യകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ നമുക്കറിയാം, ഇവിടെ ഞാൻ ശരിക്കും മുഹമ്മദ് നബി വിശ്വസിച്ചതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഭൂമിയിൽ ജീവിക്കുന്നു. ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ എന്തിന് ജീവിക്കും? വാട്ട്സ് ദ പർപ്പസ് ഓഫ് ലിവിങ് നമുക്കറിയില്ല. ഇവിടെ നമ്മൾ ഭക്ഷണം കഴിക്കുന്നു, ഉറങ്ങുന്നു, വിവാഹം കഴിക്കുന്നു, നമ്മൾ കുട്ടികളെ നിർമ്മിക്കുന്നു, ഇങ്ങനെ പോകുന്നു. എന്നല്ലാതെ ജീവിതത്തിൽ ലക്ഷ്യം നമുക്കിവിടെ ഒന്നുമില്ല. കാരണം ഇവിടെ നമ്മൾ എത്രയൊക്കെ സമ്പാദിച്ചാലും നമുക്ക് പരിധികളും പരിമിതികളും നമുക്കുണ്ട്. കാരണം അതിനപ്പുറമേ നമുക്കിവിടെ സുഖം നമുക്ക് ശാശ്വതമല്ല. ഇപ്പോൾ ഹിറ്റ്ലറൊക്കെ തന്നെ എത്ര വെട്ടിപ്പൊളിച്ചു, ഒരുപാട് ആൾക്കാർ, നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരുപാട് വെട്ടിപ്പിടിച്ചു ആൾക്കാർ, ഒരുപാട് അദ്ദേഹം എന്ത് ചെയ്തു, ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി, ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം നേടിയെടുത്തു. പക്ഷെ അദ്ദേഹം മരിച്ചപ്പോഴൊന്നും കൊണ്ടുപോയില്ല. അവർ അലക്സാണ്ടർ ചക്രവർത്തി മരണപ്പെട്ടപ്പോഴും യാതൊന്നും കൊണ്ടുപോയിട്ടില്ല. അപ്പോൾ നമ്മൾ നോക്കുക, നമുക്ക് മുൻപുള്ള തലമുറയിൽപ്പെട്ട ആൾക്കാരും ഒരുപാട് ആൾക്കാർ മരണപ്പെട്ടു, അവർ ഒരുപാട് സമ്പാദിച്ചിരുന്നു, പക്ഷെ അവർ മരിച്ചപ്പോൾ ഒന്നും കൊണ്ടുപോയില്ല. അപ്പൊ നമ്മൾ എന്തിനു ഇവിടെ ജീവിക്കുന്നു? അപ്പൊ അതിലേക്കാണ് ദൈവം ക്ഷണിക്കുന്നത്. ദൈവം പറയാണ്, നിങ്ങൾ എന്നെ ആരാധിക്കുകയും ഞാൻ അയക്കപ്പെട്ട അതത് ജനതകളെ പ്രവാചകന്മാർ വിശ്വസിക്കുകയും ചെയ്യുന്ന കാലാകാലം സ്വർഗം ഞാൻ തരാം. എന്നാൽ നിങ്ങൾ എന്റെ പ്രവാചകന്റെ കൽപ്പന ലംഘിക്കുകയും ഞാൻ ആ ദൈവത്തെ അനുസരിക്കാതെ ഇരുന്നാൽ നിങ്ങൾ കാലാകാലം നരകത്തിൽ, കഠിനമായ നരകത്തിലേക്ക് എറിയപ്പെടുക തന്നെ ചെയ്യും. അത് കാലാകാലമായിരിക്കും ദൈവത്തിൽ വിശ്വസിക്കാത്തവർ. ഇത് ഖുർആൻ മാത്രമല്ല, ഹിന്ദുമതത്തില് ഭഗവത്ഗീത പറയുന്നുണ്ട്. ഉത്സന്ന കുലധർമാനാം മനുഷ്യാനാം നികരം നരകേവാസോ, ശ്രീകൃഷ്ണൻ അർജുനോട് പറയുന്നുണ്ട്. ഭഗവത്ഗീത 1-ാമത്തെ 40-ാമത്തെ ശ്രീകൃഷ്ണൻ പറയുന്നുണ്ട്, ഓ അർജുന, സൽക്കരമില്ലാത്ത നരകമാണെന്ന് പറയുന്നു. അതുപോലെ ഭഗവത്ഗീത 2-ാമത്തെ 37-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്, ഹതോവാ പ്രാപ്യസി സ്വർഗം ജിതോവാ ഭോഷ്യസേമഹി കസ്മാനുത്തിഷ്ഠ കൗദേയ യുദ്ധായ കൃത നിശ്ചയ. ഓ അർജുന, ഈ യുദ്ധത്തിൽ നീ വിജയിക്കുകയാണെങ്കിൽ നിനക്ക് ഭൂമിയെ സ്വന്തമാക്കാം, അതല്ല ഈ യുദ്ധത്തിൽ നീ മരണപ്പെടുകയാണെങ്കിൽ നിനക്ക് സ്വർഗത്തെ സ്വന്തമാക്കാം. അപ്പോൾ നാളെ ഒരു സ്വർഗ്ഗം നിനക്കുണ്ടെന്ന് വ്യക്തമായിട്ട് ഭഗവത്ഗീത ശ്രീകൃഷ്ണൻ അർജുനോട് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ക്രിസ്തു മതത്തിലും പറയുന്നു, നാളെ ഒരു വിചാരണ ദിവസം ഉണ്ടെന്നും നാളെ ഒരു പരലോകമുണ്ടെന്നും വ്യക്തമായി കൃത്യമായി ബൈബിളിൽ പറയുന്നു. അതുപോലെ തന്നെ ഖുർആനിൽ വ്യക്തമായിട്ട് നാളെ പരലോകമുണ്ടെന്ന്. പക്ഷെ അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി ആയതുകൊണ്ട് മറ്റു പ്രവാചകന്മാരുടെ അധ്യാപനങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ 10ൽ പഠിക്കുകയാണെങ്കിൽ, 10th പഠിക്കുകയാണെങ്കിൽ 10th പാസ്സാവണമെങ്കിൽ ക്രൈറ്റീരിയ, 10th പാസ്സാവണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ അടിസ്ഥാനമായ ഒരു കാര്യം എന്താണ്, 10th അധ്യാപകനെ പിൻപറ്റിയ, അദ്ദേഹത്തിന്റെ അധ്യാപനങ്ങൾ പിൻപറ്റിയ 10th സിലബസ് പഠിക്കുക എന്നതാണ്. ഇപ്പൊ 10th പഠിക്കുന്ന ഒരു കുട്ടി 4, 5 സിലബസ് വിശ്വസിച്ച് കഴിഞ്ഞാൽ പാസ്സാവുകയില്ല. അതുപോലെ നമ്മളിപ്പോൾ ഓൾറെഡി 10th എത്തിക്കഴിഞ്ഞു, അഥവാ മനുഷ്യകുലത്തിന്റെ അന്തിമ കാലഘട്ടത്തിൽ എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഈ 10th അധ്യാപകൻ മുഹമ്മദ് നബിയാണ്, അന്തിമ ഗ്രന്ഥം, അന്തിമ സിലബസ് ഖുർആനാണ്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ നമ്മൾ മരിച്ച ഒരു പരലോകമുണ്ട്. അപ്പൊ പരലോകത്തേക്കുള്ള ഒരു എൻട്രൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഖുർആനും അത് പഠിപ്പിച്ച മുഹമ്മദ് നബി മാത്രമാണ്. അപ്പോൾ ഇത് എനിക്ക് മാത്രമല്ല ഏതൊരു വിശ്വാസിക്കും ഉള്ള നിർബന്ധ ബാധ്യതയാണ് ശരിക്കും ഒരുവൻ ഇതിൽ വിശ്വസിക്കുക എന്നത്. കാരണം നമുക്ക് ഇവിടെ ഭൂമിയിൽ ഒരു നേട്ടത്തിനുമല്ല, നാളത്തെ പരലോകം എല്ലാവർക്കും ഉള്ളതാണ്. അപ്പൊ നാളത്തെ ആ പരലോകത്തേക്ക് നമ്മൾ വിശ്വസിക്കുക, അതിനു വേണ്ടി എന്ത് ചെയ്യുക, നമ്മൾ ജീവിതത്തെ കെട്ടിപ്പടുക്കുക. ശരിക്കും എല്ലാം ഓരോ മതവിശ്വാസം തന്റെ മതങ്ങൾ പഠിക്കുന്നില്ല. ഇപ്പൊ ഹിന്ദുവായ ഒരാൾ, ഇപ്പൊ ഞാൻ ഹിന്ദു മതത്തെ കുറിച്ച് പഠിച്ചതുകൊണ്ട് എനിക്ക് വ്യക്തമായി സത്യം എന്താണെന്ന് ബോധ്യമായി. ഹിന്ദു വിശ്വാസം പഠിക്കുന്നില്ല, ഇപ്പൊ ക്രിസ്തു വിശ്വാസം പഠിക്കുന്നില്ല, ശരിക്കും മുസ്ലിങ്ങൾ ഖുർആൻ പഠിക്കുന്നില്ല.
ഇതാണ് ലോകത്തിന്റെ അവസ്ഥ. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, ഹിന്ദുക്കൾ കൃഷ്ണനെ വിളിക്കുന്നു, ക്രിസ്ത്യാനികൾ യേശുവിനെ വിളിക്കുന്നു, ചില മുസ്ലിങ്ങൾ എന്ത് ചെയ്യുന്നു, തങ്ങന്മാരെ വിളിക്കുന്നു. അപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ എന്താ, ശരിക്കും നമ്മൾ നോക്കേണ്ടത് പ്രമാണങ്ങൾ എന്ത് പറയുന്നു എന്നതാണ്. അപ്പം മനുഷ്യന്മാര് സ്വന്തമായി നമ്മളെ മതഗ്രന്ഥങ്ങളെ കുറിച്ച് പഠിക്കുക. മതഗ്രന്ഥങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ മനസ്സിലാവും ശരിക്കും സമർപ്പണ മതം എന്നൊരൊറ്റ മതമേ ഉള്ളൂ, ആ വിശ്വാസം മാത്രമേ ഉള്ളൂ സത്യം, ആ സത്യത്തിലേക്ക് നിങ്ങൾ എത്തിച്ചേരുക എന്ന് നമുക്ക് വ്യക്തമായിട്ട് ബോധ്യമാവും. അപ്പോൾ അതിലാണ് നമ്മളുടെ വിശ്വാസം നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നീട് നമ്മൾ നോക്കുകയാണെങ്കിൽ നാളെ ഒരു പരലോക ജീവിതം, അത് സ്വർഗം എന്ന് പറഞ്ഞാൽ നമ്മൾ ആരും കൊതിക്കുന്ന ഒന്ന് തന്നെയാണ്. സ്വർഗം എന്ന് പറഞ്ഞാൽ ആരും നമ്മൾ കൊതിക്കുന്ന ഒന്നാണ്. അപ്പോൾ ശരിക്കും നമ്മൾ ആ സ്വർഗത്തിന് വേണ്ടി നമ്മൾ ജീവിതത്തെ നമ്മൾ വിജയിപ്പിക്കുക. അതുപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക. എൻ്റെ സഹോദരന്മാർ വായിച്ച് മനസ്സിലാക്കുന്നത് എനിക്ക് അറിയിച്ച വിശ്വാസമുണ്ട്. അപ്പൊ അതുകൊണ്ട് നാളത്തെ ഒരു മരണം കൊണ്ട് നമ്മൾ പരാജിതരായി പോകരുത്. മരണം എന്ന് പറഞ്ഞാൽ മറ്റൊരു ജീവിതത്തിന് തുടക്കം മാത്രമാണ്. അതുകൊണ്ട് അതിനുവേണ്ടി പരിശ്രമിക്കുക, അതിനുവേണ്ടി പോരാടുക. അപ്പൊ അതുപോലെ തന്നെ സർവശക്തനായ ദൈവം നമുക്ക് അതിനുള്ള അവസരം തരട്ടെ. നമുക്ക് അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങൾ ആ ദൈവം നമുക്ക് തോന്നി തരട്ടെ. അതുപോലെ തന്നെ നമ്മുടെ സഹോദരനായ ഫൈസൽ, അദ്ദേഹം ഈ ഇടയ്ക്ക് കൊല്ലപ്പെടുകയുണ്ടായി. നമുക്കറിയാം. അപ്പോൾ നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് കൊല്ലപ്പെട്ടത് കൊണ്ട് ഭൂമിയിൽ ഒരു നേട്ടവും ഉണ്ടായിട്ടില്ല. ആ കൊല്ലപ്പെടുന്നതുകൊണ്ട് അദ്ദേഹം ഒരു ഭയങ്കര ധീരശാലിയാണെന്നൊന്നും ആഗ്രഹിച്ചിട്ടല്ല. അദ്ദേഹം ഇവിടെ കൊല്ലപ്പെട്ടത് ആർക്ക് വേണ്ടിയാണ്? അദ്ദേഹത്തെ സൃഷ്ടിച്ച സൃഷ്ടാവിന് വേണ്ടിയിട്ടാണ്, മറ്റാർക്കും വേണ്ടിയിട്ടല്ല. ഇപ്പം നമ്മൾ മറ്റുള്ള മരണപ്പെടുകയാണെങ്കിൽ ഇപ്പോൾ ഒരാൾക്ക് വേണ്ടിയിട്ടോ ഓസിന് വേണ്ടിയിട്ടോ മറ്റു മരണപ്പെടും. പക്ഷേ ഈ പറഞ്ഞ ഫൈസൽ എന്ന വ്യക്തി, അദ്ദേഹം മരണപ്പെട്ടത് സൃഷ്ടാവായ ദൈവത്തിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ശരിക്കും അദ്ദേഹത്തിന്റെ മനസ്സിൽ ആ ദൈവത്തിന് അടിയുറച്ചുള്ള വിശ്വാസം, അദ്ദേഹത്തിന്റെ മനസ്സിൽ ആ ദൈവത്തിന് വേണ്ടിയാണ് പരിപൂർണമായ വിശ്വാസത്തോടു കൂടിയാണ് മരണപ്പെട്ടതെന്നുണ്ടെങ്കിൽ ഇൻഷാ അള്ളാഹ് അദ്ദേഹം സ്വർഗത്തിലായിരിക്കും. മരിക്കുന്ന അവസ്ഥ നമുക്ക് ഏതായാലും മരിക്കുന്ന സമയത്ത് മനസ്സിൽ ദൃഢമായുള്ള വിശ്വാസം ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ വിശ്വാസം ശരിക്കും അദ്ദേഹത്തിന് സ്വർഗത്തിലേക്ക് എത്തിക്കുക തന്നെ ചെയ്യും. അപ്പോൾ ഒരുവന്റെ വിശ്വാസം എന്ന് പറഞ്ഞാൽ കേവലം വാക്കുകളിലൂടെ മാത്രമല്ല, അത് ശരിക്കും മനസ്സിന്റെ ഉള്ളിൽ നിന്ന് വരേണ്ടതാണ്. അപ്പോൾ ഇൻഷാ അള്ളാഹ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇത്രയും നേരം എൻ്റെ വാക്ക് കേട്ട എല്ലാ ശ്രോതാക്കൾക്കും ഒത്തിരി സന്തോഷമുണ്ട്. അവർക്കെല്ലാവരും നന്ദി അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.